3-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 2 തിമോത്തി സ്തോത്രം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. ഇനിയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഞാൻ വളരെ സാവകാശത്തോടുകൂടി പോകാൻ ആഗ്രഹിക്കുക. ആമേൻ. ദൈവവചനത്തിൽ ഉപദേശമുണ്ട്, പഥ്യോപദേശമുണ്ട്. ദൈവവചനത്തിൽ വചനവുമുണ്ട്, പഥ്യവചനവുമുണ്ട്. ആമേ. ഉറക്കൊരു ഹല്ലേലൂയ പറഞ്ഞേ. കണ്ണടച്ചിരിക്കുന്നവരും തുറന്നേ. കണ്ണടച്ചിരിക്കരുത്. ഞാൻ കരുതും നിങ്ങൾ ഒരുപക്ഷെ സ്തോത്രം. അതുകൊണ്ട് കണ്ണ് തുറന്നിരിക്കണം. ആമേ. സ്തോത്രം. ഇത് വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പാകെ ഇന്ന് പകലിൽ വചനത്തിൽ നിന്ന് തെളിവോടുകൂടി തരാം. ആമേ. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, അപ്പൻ അതായത് അബ്രാം എന്ത് ചെയ്തു? ഉറങ്ങി. ആമേ. ഒരു ഗാഢനിദ്രയും കൂരിരുട്ടും അവൻ്റെ മേൽ, അന്ധതമസ്സും അവൻ്റെ മേൽ വന്നു. ആമേ. സ്തോത്രം. എന്തിനെ? ദൈവത്തിന് മുമ്പാകെ ആമേ. സ്തോത്രം. ഒരു നല്ലൊരു യാഗം. ആമേ. സ്തോത്രം. നല്ലൊരു വഴിപാട്. ആമേ. കുറുപ്രാവുകളെയും വലിയ കന്നുകാലികളൊക്കെ അവൻ നെടുവേ പിളർന്നു. ആമേ. കുറുപ്രാവുകൾ എന്ത് ചെയ്തില്ല? പിളർന്നില്ല. റാഞ്ചൻ പക്ഷി ഇറങ്ങി വന്ന സമയത്ത് ഇവൻ ഉറങ്ങിപ്പോയി. ആമേ. റാഞ്ചൻ പക്ഷി കുടലുകളുടെ മേൽ എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. അന്ന് അവൻ ഉറങ്ങി. ആമേ. അന്ന് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ആമേ, നിന്റെ സന്തതി സ്വന്തമില്ലാത്ത ദേശത്ത് 400 സംവത്സരം ആമേ അടിമകളായി എന്ത് ചെയ്യും? പാർക്കും. ദൈവസ്ഥലിൽ നിന്ന് ഉറങ്ങില്ലേ? ആമേ. സ്തോത്രം. ദൈവത്തിന് കൊടുക്കേണ്ട സമയത്ത് ആമേ നിന്നെ ഉറക്കിക്കളയുന്ന പൈശാചികമായ ആത്മാവുണ്ട്. ആമേ. സ്തോത്രം. വളരെ ശ്രദ്ധിക്കണം. ആമേ. സ്തോത്രം. ഈ വചനം ആമേ നമ്മുടെ ബുദ്ധിക്കകത്തുണ്ടാകണം. നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കേട്ടോ പ്രിയമക്കളെ. ആമേ. ഒരുക്കപ്പെട്ടിരിക്കണം. അപ്പോൾ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും. ഈ കാലഘട്ടത്തിലെ കുറേ മനുഷ്യരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മനുഷ്യർ സ്വസ്നേഹം. അപ്പൻ അമ്മ എത്ര കഷ്ടപ്പെട്ടെന്നാലും എത്ര വേദനിച്ചെന്നാലും ആമേ സ്വതം നിലവിളിച്ചെന്നാലും ആമേ അതിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരു തലമുറ ഈ കാലഘട്ടത്തിൽ ഉത്ഭവിക്കുകയാണ്. ആമേ സ്വതം കഠിനാധ്വാനം ചെയ്ത് ആമേ സ്വതം ആമേ മുണ്ട് മുറുക്കി ഉടുത്ത് ആമേ മക്കളെ നല്ല നിലവാരത്തിൽ കൂടെ പഠിക്കുന്ന കുട്ടികളോടൊപ്പം ആമേ അവർക്കൊരു കുറവും വരാതെ വണ്ണം ആ കുട്ടികളുടെ ഒപ്പം നിർത്തി പഠിപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കൾ രാവും പകലും അധ്വാനിച്ചും അവരുടെ ശരീരം ക്ഷയിപ്പിച്ചും ആമേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചിലവിടുമ്പോൾ അതിനൊരു മനസാക്ഷി കുത്തുപോലും ഇല്ലാതെ വണ്ണം എത്രത്തോളം വാങ്ങാൻ പറ്റും, എത്രത്തോളം ആമേ സ്വതം അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും, ആ ഒരു തലമുറയിൽ ആമേ തലത്തിലൂടെ കടന്നു പോകുന്ന ഒരു തലമുറ ഇന്ന് നമ്മുടെ കണ്ണിന് മുമ്പിൽ ഉണ്ടെന്ന് ആത്മാവിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. സ്വസ്നേഹം. അവർക്ക് അവരുടെ കാര്യം മാത്രം സാധിക്കണം. എനിക്കൊന്നും അറിയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് ഇന്ന ദിവസം ഇത്രാം തീയതി ഇന്നത് ലഭിച്ചിരിക്കണം, എനിക്കതിനെ കുറിച്ച് നിങ്ങളുടെ ഉത്തരവാദിത്തം. ഇന്ന് പല തലമുറകളും പറയുന്നത് എന്നെ ഇങ്ങനെ വളർത്തേണ്ടതും നടത്തേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പ്രൈസലോ. എനിക്കൊന്നും നിഷേധിക്കരുത്. ആമേ എന്തെങ്കിലും നിഷേധിച്ച് ആമേ സ്വതം തടസ്സം പറഞ്ഞു കഴിഞ്ഞാൽ 10 പേരോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൻ എന്നെ സ്നേഹിക്കുന്നില്ല, അമ്മ എന്നെ സ്നേഹിക്കുന്നില്ല. എന്താ കുഞ്ഞ് നീ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്? അപ്പൻ സ്നേഹിക്കുന്നില്ല. എന്താ നീ ദോഷം പ്രവർത്തിക്കുന്നത്? അമ്മ സ്നേഹിക്കുന്നില്ല. ഇന്നത്തെ തലമുറകളെ സിമ്പതി പിടിച്ചു വെറ്റുന്ന ഒരു സംഭവമാണ്. സ്നേഹമില്ല, അപ്പന് സ്നേഹമില്ല, അമ്മയ്ക്ക് സ്നേഹമില്ല, എൻ്റെ വീട്ടിൽ ആർക്കും സ്നേഹമില്ല. ആമേ 2 ദിവസം കണ്ടവനെ സ്നേഹിക്കുകയാ. പ്രൈസലോ. 10, 18, 20 വർഷം വരെ വളർത്തിക്കൊണ്ടുവന്ന മാതാവിന് സ്നേഹമില്ലെന്ന്, പിതാവിന് സ്നേഹമില്ലെന്ന് ആമേ ഒരാഴ്ച മുമ്പ് പരിചയപ്പെട്ട ആമേ സ്തോത്രം ആമേ ഒരു പെൺകുട്ടിയെ ആൺകുട്ടിയെ സ്നേഹിക്കുകയാ. എനിക്ക് സ്നേഹം കിട്ടുന്നില്ല. ആമേ സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ആമേ അങ്ങനെയാണെങ്കിൽ അത് ഏറ്റവും അധികമായിട്ട് പറയേണ്ടത് നമ്മളായിരുന്നു. ആമേ എനിക്ക് മുമ്പ് എന്നേക്കാൾ പ്രായമുള്ള നിങ്ങളായിരുന്നു പറയേണ്ടത്. നമുക്കൊക്കെ പരിഗണന കിട്ടിയിട്ടുണ്ടോ പ്രിയമക്കളെ? കളിക്കാൻ ഒരു കളിപ്പാട്ടം പോലും കിട്ടിയിട്ടില്ല. ആമേ സ്തോത്രം. വളർന്നില്ലേ? തിന്നാൻ വയറുകാർച്ച ആഹാരം കിട്ടിയിട്ടുണ്ടോ? ആഹാരം കിട്ടിയിട്ടില്ല. സ്വന്തം എന്ന് പറയാനായിട്ടൊരു പുതപ്പ് പോലും ആമേ ഉണ്ടാകാത്ത പലരുമായി ഇതിനകത്തിരിക്കുന്നത്. പേഴ്സണലായിട്ടൊരു പായുണ്ടായിരുന്നോ? ഒരു പുതപ്പുണ്ടായിരുന്നോ? കളിക്കാൻ ഒരു കളിപ്പാട്ടം ഉണ്ടായിരുന്നോ? ഓല കൊണ്ടുണ്ടാക്കി തരുന്ന ഓലപ്പന്തും വെള്ളക്ക കൊണ്ടുണ്ടാക്കി തരുന്ന വണ്ടിയുമല്ലാതെ വേറെന്താ ഉണ്ടായിരുന്നത്? ഇന്നത്തെ തലമുറകൾക്ക് എന്താ ഇല്ലാത്തത്? പ്രൈസലോ. ഇല്ലേ പ്രിയമക്കളെ? ഓലപ്പന്ത് കൊണ്ടും വെള്ളക്ക വണ്ടി കൊണ്ടും വളർന്ന് ഇത്രത്തോളം എത്തിയില്ലേ? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ തലമുറകൾക്ക് എന്താ ഇല്ലാത്തത്?
ഓരോ ബർത്ത്ഡേ വരുമ്പോഴും മാതാപിതാക്കൾ ഓടുകയാ. അമ്മ ബർത്ത്ഡേ വരുന്നതിന് മുമ്പ് മാസങ്ങൾക്ക് മുമ്പേ അധ്വാനിക്കാൻ തുടങ്ങും. കുഞ്ഞിനൊരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം. വർഷത്തിൽ 1-2 കിട്ടിയിരുന്ന ഞങ്ങളൊക്കെ. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. അത് ഇഷ്ടപ്പെട്ട കളറൊന്നുമല്ല. ഇന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ആമേശ്വത കുഞ്ഞുങ്ങൾ ആവശ്യപ്പെടുന്ന ബ്രാൻഡാന്ന്. അപ്പൻ്റെ ഒരാഴ്ചത്തെ ശമ്പളമാണ് ഒരു ഷൂവിന് പോകുന്നത്. അപ്പൻ്റെ ഒരാഴ്ചത്തെ ശമ്പളമാണ് ഒരു ഷർട്ടിന് പോകുന്നത്. പണ്ടത്തെ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിരുന്നത് വർഷത്തിൽ 2 തുണി. സ്തോത്രം. അതും പുറഭാഗമൊക്കെ കുറച്ച് ദിവസങ്ങൾ ഒരെണ്ണ എത്രത്തോളം ആവർത്തിച്ചിടാൻ പറ്റും പ്രിയ മക്കളെ? സ്തോത്രം. ബാക്ക് സൈഡൊക്കെ കീറും. കാരണം ഇന്നത്തെ നമ്മുടെ നല്ല ഫ്ലോറുകളൊന്നും ആയിരുന്നില്ല ആ കാലഘട്ടത്തിൽ. ആയിരുന്നോ? പരിപരുത്ത പ്രതലങ്ങളായിരുന്നു. നല്ല വീടുകളിൽ ടൈൽസ് ഇട്ട വീടുകൾ എത്രയുണ്ട്, ഫ്ലോർ ചെയ്ത വീടുകൾ എത്രയുണ്ട്, ചാണാമെഴുകിയ തിണ്ണയും സ്വന്തം ഓലമേഞ്ഞ പുരയിടവും അതിനകത്ത് ഒറ്റമുറിക്കകത്ത് കിടന്ന് വളർന്നവരാ പലരും. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താ സ്വന്തം അസൗകര്യം പ്രിയ മക്കളെ? സ്വന്തം ഉടുക്കാൻ കഴിക്കാൻ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുക്കും. സ്വന്തം കയ്യിൽ ഉപയോഗിക്കാൻ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, നെറ്റ് കണക്ഷൻ, വൈഫൈ, സമയം ചെലവഴിക്കാൻ ഒരുപാട് സാധ്യതകൾ. അന്നത്തെ കാലഘട്ടത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. വല്ലതുണ്ടായിരുന്നു. സ്തോത്രം. ഞാൻ 5ാമത്തെ മകനാ. 4 മക്കൾ വേറെയുണ്ട്. അമ്മ ജോലി എടുക്കുന്ന സമയത്ത് മക്കളെ നോക്കാൻ ആരുമില്ല. കുഴി കുത്തും. സ്തോത്രം. മണ്ണിൽ കുഴി കുത്തിയിട്ട് കുഴിക്കകത്തിരിക്കും. കൊച്ചു കയറി പോവാതിരിക്കാനാ. സ്തോത്രം. ഇന്ന് പരിപാലിക്കാനും പരിചരിക്കാനും എത്രയോ വ്യക്തിത്വങ്ങളുണ്ട് പ്രിയ മക്കളെ. ആവശ്യത്തിനുള്ള ആളുകളുണ്ട്. സ്തോത്രം. എന്നാലും ഇന്നത്തെ തലമുറകൾ തൃപ്തരല്ല. സ്തോത്രം. ദൈവമക്കൾ മനസ്സിലാക്കുക. സ്തോത്രം. അന്ന് തല്ലിയാ വളർത്തിയത്, തല്ലുകൊണ്ടാണ് വളർന്നത്. സ്തോത്രം. എൻ്റെ അപ്പന് വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അമ്മക്കും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. അമ്മ ഇടുന്ന ഓപ്പ് കുരിശ. സ്തോത്രം. അപ്പന് ഇടുന്ന ഓപ്പ് എസ് ആയിരിക്കും ഇടുന്നതെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഗാ പോലെ ഇരിക്കും. ഇതെല്ലാം ഞങ്ങൾക്ക് ബൈഹാറ്റാ. നല്ലൊരു ഒപ്പ് പോലും ഇടാൻ അറിയത്തില്ലായിരുന്നു. പക്ഷേ മക്കളെ വളർത്താൻ അറിയാമായിരുന്നു. കേട്ടോ പ്രിയ മക്കളെ? വിദ്യാസമ്പന്നരായിരുന്നില്ല. പക്ഷെ മക്കളെ പരിപാലിച്ചു. ഒരൊറ്റ വിളിക്കത്തുള്ളൂ. വിളിപ്പുറത്ത് വരും കുഞ്ഞുങ്ങള്. സ്വതം. ഇന്ന് സ്വതം ഒരു മുറിക്കകത്ത് കാലുമേൽ കാലും കെറ്റിയിരുന്ന മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന മകനെ 10 വട്ടം വിളിച്ചെന്നാലും അവൻ അവിടെ തന്നെ ഇരിക്കും. ഇത് 2 കിലോമീറ്ററിന് അപ്പുറം പോയി കളിക്കുന്ന കൊച്ചിനെ ഇവിടെ നിന്ന് അപ്പനൊരു ഒറ്റ വിളി. തരംഗം പോലെ പാസ് ചെയ്യും. അവൻ കേട്ടിട്ടില്ലെങ്കിൽ കൂടെ കളിക്കുന്ന കൂട്ടുകാർ പറയും, അപ്പം വിളിക്കുന്നുണ്ട്, അപ്പം വിളിക്കുന്നുണ്ട്. അത് അവിടെ എത്തും. വായടക്കുന്ന സമയത്ത് ആളിവിടെ എത്തും. ഇന്നങ്ങനെയാണോ നമ്മുടെ മക്കളെ വളർത്തുന്നത്? കൊച്ചല്ലേ, കളിക്കട്ടെ എന്നേ. സ്വന്തം അപ്പനെ മോശം പേര് വിളിക്കുന്ന, അമ്മയെ മോശം പേര് വിളിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ എത്രയധികമുണ്ട്. അപ്പൻ്റെ അമ്മയുടെ മുഖത്തിട്ടടിക്കുന്നു. കുഴപ്പമില്ലെന്നേ, തമാശ കാണിക്കുകയാണെന്ന്. ശിക്ഷിച്ചോളണം പ്രിയ മക്കളെ. സ്തോത്രം. മുതിർന്നവരെ മുതിർന്ന തലത്തിൽ വിളിക്കാൻ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടായിരിക്കണം. കേട്ടോ? കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. മുതിർന്നവരെ നോക്കിയിട്ട് എടാ വാടാ പോടാ വിളിക്കുമ്പോൾ അങ്ങനെയല്ല കുഞ്ഞെ. സ്തോത്രം. വിളിക്കേണ്ടത് പരിധിക്കനുസരിച്ച് വിളിക്കാൻ തക്ക വിധത്തിൽ പഠിപ്പിക്കണം. ചില കുഞ്ഞുങ്ങളൊക്കെ വളരെ വലുതായിട്ടും അടുത്ത വീട്ടിലെ ചേട്ടൻ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് താഴ്ന്നവനായിരിക്കാം, അല്ലെങ്കിൽ ഉയർച്ചയില്ലാത്തവനായിരിക്കാം, അല്ലെങ്കിൽ സ്തോത്രം വിദ്യാഭ്യാസമില്ലാത്തവനായിരിക്കാം. കുഴപ്പമില്ല, കൊച്ചു പേര് വിളിച്ചെന്നാലും കുഴപ്പമില്ല. അപ്പൻ്റെ പ്രായമുള്ളവനെ പേര് വിളിക്കുന്ന മക്കളുണ്ട്. ദൈവമക്കളിൽ അങ്ങനെ ആകരുത്. ദൈവ കുഞ്ഞുങ്ങളിൽ അങ്ങനെ ആകരുത്. നിന്നേക്കാൾ ഒരു വയസ്സിന് മൂത്തതാണെങ്കിൽ സ്വതം മൂത്തത് എന്ന തിരിച്ചറിവോടെ അങ്ങനെ വിളിപ്പിക്കാൻ മക്കളെ ശീലിപ്പിക്കണം. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും. ഇന്നത്തെ പിള്ളേർക്കുള്ള ഏറ്റവും വലിയ സംഭവം സാമ്പത്തികമായിട്ട് ഉയരണം. പിള്ളേർക്ക് മാത്രമല്ല, ഇന്ന് എല്ലാവർക്കും. എത്രയോ കോടികളാണ് നഷ്ടപ്പെട്ടു പോകുന്നത് പ്രിയ മക്കളെ, ഇരട്ടിപ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ട്. ദൈവമക്കളിൽ ഭൂരിഭാഗം ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത്ര കിട്ടത്തുള്ളന്നേ. ബാങ്ക് ഇൻട്രസ്റ്റ് 6.5 ആണെന്നേ, അല്ലെങ്കിൽ 8.5 ആണെന്നേ. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ 18 കിട്ടുമെന്നേ. കൊണ്ടുപോയി ഇടും. കിട്ടുന്നത് കുറേ കാലം കഴിയുമ്പോൾ കേൾക്കാം, ആ സ്ഥാപനം എന്ത് ചെയ്തു? അടച്ചു സീൽ ചെയ്തു. വിളിച്ചാൽ പോലും കിട്ടത്തില്ല. ദ്രവ്യാഗ്രഹത്തിൻ്റെ കാരണമാണ്.
2020, 21, 22, 23, 24, 25 കാലയളവിൽ എത്രയോ കോടിക്കണക്കിന് രൂപയാ ഈ തലത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. കാരണം എന്താ? ദ്രവ്യാഗ്രഹമാ. ദ്രവ്യാഗ്രഹം സകലവിധ വിഷയത്തിനും മൂലകാരണമാ. അത് ചിലർ കാംക്ഷിച്ചിട്ട് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീരുന്നു. പ്രതിമക്കളെ, ദ്രവ്യത്തിലേക്ക് തിരിഞ്ഞു പോകുകയാ. കുഞ്ഞുങ്ങൾക്ക് ചെറുപ്രായത്തിൽ തന്നെ നീ ഇന്നതാകണം, അതാകണം, ഇതാകണം. ഒരിക്കലും പറയല്ലേ. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. എൻ്റെ കുഞ്ഞെ, നിന്റെ വിഷയം ദൈവകരങ്ങളിൽ കൊടുക്ക. നിനക്ക് വേണ്ടത് സ്വർഗത്തിലെ ദൈവം തരും. തക്ക സമയമാകുമ്പോൾ നിന്റെ ബുദ്ധിക്ക് അപ്പുറമായി പ്രവർത്തിക്കാൻ കഴിയുന്ന, നിന്റെ ജ്ഞാനത്തിന് അപ്പുറമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സ്വർഗത്തിലെ ദൈവം നിനക്കും നിന്റെ തലമുറകൾക്കും വേണ്ടത് നൽകിത്തരുമെന്ന് അവനെ പഠിപ്പിക്കണം. അർഹതയില്ലാത്തതിലേക്കൊന്നും ചെന്ന് ചാടല്ല പ്രിയമക്കളെ. നീ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊച്ചു ജോലിയായിരിക്കും, കിട്ടുന്നത് 500 രൂപയായിരിക്കും. മതിയെന്ന് വെക്ക്. നിനക്കെന്താ ആവശ്യമെന്ന് സ്വർഗത്തിലെ ദൈവത്തിനറിയാം. 10 നാൾ കഴിയുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ നിലവാരത്തിനൊത്തവണ്ണം മാറ്റം വരുത്തും. നമ്മളെ അനുഗ്രഹിക്കുന്നത് മനുഷ്യനല്ല പ്രിയമക്കൾ, സ്വർഗത്തിലെ ദൈവമാ. നീ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നിനക്ക് തരാൻ ദൈവത്തിന് കഴിയത്തില്ല ലോകത്തിനേക്കാൾ അധികമായിട്ട്. എന്തുകൊണ്ട്? എനിക്ക് ഇത്രേ കിട്ടുന്നുള്ളൂ. എടാ, നീ തെറ്റിപ്പോകാതിരിക്കേണ്ടതിനാ. ഇത്രയും കിട്ടുന്നത് കൊണ്ടാണ് നീ ആലയത്തിൽ ഇരിക്കുന്നത്. ഇത്രയും ഇതിൽ കൂടുതൽ തന്നെ നീ കാണത്തില്ലെന്നേ. ദൈവത്തിന് നമ്മുടെ പ്രകൃതം അറിയാം. പോരായ്മകൾ കർത്താവിനോട് പറയരുത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പലരുടെയും ജീവിതത്തിൽ ആമേൻ ദ്രവ്യാഗ്രഹം, വമ്പ് പറയുന്നവര്, അഹങ്കാരികള്, ദൂഷകന്മാര്. അടുത്ത വാക്യം, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും. നിങ്ങളുടെ വീട്ടിൽ നോക്കണം പ്രിയമക്കൾ, ആത്മീക ജീവിതം നയിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, നിങ്ങളുടെ മക്കളോട് പറയുന്ന കാര്യം അവരെ അനുസരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അനുസരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ചില സമയങ്ങളിലൊക്കെ നമ്മുടെ മക്കളിലൊക്കെ ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും ഞാൻ പറയുക, ചില സമയങ്ങളിലൊക്കെ ഭയങ്കര ആത്മീകമായ വളർച്ചകളും ഉയർച്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ആത്മീക ഉയർച്ചകളെ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നറിയാമോ? എങ്ങനെ ടെസ്റ്റ് ചെയ്യാനറിയാമോ? ഇത് ഉപയോഗിക്കുന്ന ആത്മീക കുഞ്ഞാണെങ്കിൽ അവനോട് പറയണം, മോനെ 2 ദിവസത്തേക്ക് ഇത് ഉപയോഗിക്കേണ്ട. പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ അവൻ്റെ മൊബൈലിൽ വരുന്നുണ്ടെങ്കിൽ പഠിക്കുന്ന കാര്യത്തിന് മാത്രം കൊടുത്തുകൊണ്ട്, അല്ലാത്ത സമയം നീ ഇത് ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനി നിറം പുറത്തു വരും. തനി നിറം പുറത്തു വരും. അവനൊരു ആത്മീകനാണെങ്കിൽ അക്ഷമയോടെ അവൻ പറയും, ഇതാ പിടിച്ചോ. സ്കൂളിലെ കോളേജിലെ കാര്യങ്ങൾ എന്തെങ്കിലും വരുമെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നാൽ മതി, അല്ലാത്ത സമയം എനിക്ക് വേണ്ട. വിജയിച്ചു, നീ നിന്റെ മകനെ നേടി. ആമേൻ, സ്തോത്രം. പാറ്റേൺ അഴിച്ച് കൈ കൊടുക്കാൻ തയ്യാറുള്ള കുഞ്ഞുങ്ങളുണ്ടോ? നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ആമേൻ സ്തോത്രം പാറ്റേൺ അഴിച്ച് സ്വർഗം സൈലന്റിലായി എന്ന് പറഞ്ഞ പോലെ ആമേൻ ഒരു ഹല്ലേലൂയ പറഞ്ഞേ ഇല്ലേ? ആനക്ക് പൂട്ടണ ചങ്ങലയേക്കാൾ വലിയ ചങ്ങലയിട്ട ഇതിനകത്ത് പൂട്ടുന്നത്. കണ്ണും കൊടുക്കും, കയ്യും കൊടുക്കും, വേറെ സഹായക്കാലം ഇട്ട് പൂട്ടുകയാ. ഇവിടെ ഫോൺ വന്നു കഴിഞ്ഞാൽ എല്ലാ ഫോണും വീട്ടിലിരുന്ന് അറ്റൻഡ് ചെയ്യും. ചില ഫോൺ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് എന്ത് ചെയ്യും? ഓടും. പോയിക്കൊള്ളണം, ഓടിക്കൊള്ളണം, പുറത്തേക്ക് ഓടിക്കൊള്ളണം. ആമേൻ. പുറത്തേക്ക് ഓടുന്നവൻ്റെ കൂടെ ഓടിക്കൊള്ളണം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എടാ, വേറെ എല്ലാം ഇതിനകത്ത് കണക്റ്റ് ആകുന്നുണ്ട്. വീട്ടിലിരുന്ന് അറ്റൻഡ് ചെയ്യാം. ചില കോള് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ബാത്റൂമിൽ ഇപ്പം യൂറിൻ പാസ് ചെയ്യാൻ പോകണം, മൂത്രമൊഴിക്കാൻ, മുള്ളാമുട്ടും. ചില കോള് വരുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, പുറകെ കയറിക്കൊള്ളണം. ആമേൻ, സ്തോത്രം. അത് നല്ല കോളല്ലാതെ, നല്ല കോളല്ല. ചിലർക്ക് റേഞ്ച് കിട്ടത്തില്ല. എവിടെയൊക്കെ നടന്ന് പോകും ചിലതൊക്കെ. ഒന്ന് കടയിൽ ആമേൻ, സ്തോത്രം. ഒരു 300 മീറ്ററോ 100 മീറ്ററോ ഉള്ള ഒരു കടയിലൊന്ന് പോകാൻ പറഞ്ഞാൽ പോകത്തില്ല. ഫോൺ ചെയ്ത് പോകും 2-3 കിലോമീറ്റർ. വളരെ ശ്രദ്ധിച്ചോളാം. അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും. അമ്മയപ്പന്മാരെ അനുസരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ടെസ്റ്റ് ആമേ ആത്മീക ജീവിതം നയിക്കുന്ന വ്യക്തിത്വങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്തളത്തിൽ ഈ ദിവസങ്ങൾ ഉളവാകണം. ആമേ, നമ്മുടെ മക്കളുടെ ആരാധന മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. വീട്ടിൽ നിങ്ങളോടൊപ്പം ഇരുന്ന് ആരാധിക്കുമ്പോൾ കരമടിക്കുന്നുണ്ടോ നോക്കണം. ഇവിടെ ഞങ്ങളെ പോലീസുകാരാക്കി മാറ്റരുത്. ഇവിടെ ഞങ്ങൾ കാണുമ്പോൾ പിള്ളേർ പ്രതിമ പോലെ നിൽക്കുകയാണ്. എന്താ വീട്ടിലും ഇങ്ങനെ തന്നെയാണ്? എന്നിട്ട് പാസ്റ്റർ ഒന്ന് നന്നാക്കിക്കോ. ആമേ, പോലീസല്ല ഇവിടെ. കേട്ടോ പ്രതിമക്കളെ, നന്നാക്കേണ്ടത് കുടുംബത്തിലാണ്, കുടുംബത്തിൻ്റെ അകത്തളത്തിലാണ്. അവരുടെ ആ തലമുറകളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് ബോധ്യമുണ്ടെങ്കിൽ
ഈ തലമുറകളായി ഇനി അവരുടെ തലമുറകൾക്ക് മാതൃകയെന്ന് ബോധ്യമുണ്ടെങ്കിൽ നിന്റെ മക്കളെ കൂടെ ഇരുത്തിക്കൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ആരാധിക്കാൻ തക്ക വിധം കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തക്ക വിധം ആത്മാവിൽ അവനെ നടത്തേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കളെ ചുമലിൽ കിടക്കുമ്പോൾ ഇന്ന് പകലിലൊന്ന് മടങ്ങി വരുവാൻ പരിശുദ്ധ ദൈവം ബുദ്ധി ഉപദേശിക്കുകയാ. ആമേശ്വരം അന്ന് യോർദാൻ കടന്നു പോയപ്പോൾ 12 കല്ലുകളെടുത്ത് ആമേ വെള്ളത്തിൽ സ്ഥാപിക്കാൻ പറഞ്ഞു. എന്തിനാ? മക്കൾ ചോദിക്കും, വരുന്ന തലമുറകൾ ചോദിക്കും. ആ സമയത്ത് കാണിച്ചു കൊടുക്കേണ്ടതിന് പറയണം മക്കളോട്. ഒന്നും അറിയിക്കാതെ വളർത്തരുത് പ്രീതി മക്കളെ. ഒന്നും അറിയിക്കാതെ വളർത്തരുത്. ഞങ്ങളുടെയൊക്കെ ചില ദിവസങ്ങൾ സ്കൂളിൽ പോകുന്നത് ഞങ്ങൾ മുടക്കിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? 5 മക്കളെ വളർത്തിയെടുക്കാൻ സ്വതം ഞങ്ങളുടെ അപ്പൻ ഒത്തിരി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ചില സമയങ്ങളിൽ മത്സ്യം പിടിക്കാൻ വേണ്ടി, മീൻ പിടിക്കാൻ വേണ്ടി കടലിൽ പോകും. അല്ലാത്ത സമയങ്ങളിൽ വിറക് കീറാനും തെങ്ങിൻ്റെ കടയെടുക്കാനൊക്കെ പോകും. ഉച്ചക്ക് ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ തളർന്ന് ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് കാണുമ്പോൾ അമ്മയോട് ചോദിക്കും, എന്താ അപ്പൻ അങ്ങനെ ഇരിക്കുന്നത്? മോനെ ഇന്ന് ഒറ്റക്കായിരുന്നു. അപ്പൻ ഇന്ന് ഒറ്റക്കായിരുന്നു, കൂടെ വരുന്ന ആൾ വന്നില്ല. സ്തോത്രം. ഞങ്ങൾ അങ്ങനെയൊന്നും വീട്ടിലൊന്നും സ്കൂള് കട്ടിയതൊന്നും നിർത്തത്തില്ല. എന്നാൽ ഞങ്ങൾ കാല് പിടിക്കും. അമ്മയെക്കൊണ്ട് സമ്മതിപ്പിക്കും, ഞങ്ങളും പോകാം. ഒന്ന് പറ അപ്പനോട്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ക്ലാസ്സിൽ പോകുന്നില്ല. ഞാനും ജോസ്ചാനും പലപ്പോഴും സ്തോത്രം. എനിക്ക് മുമ്പേ ഉള്ള സഹോദരന്മാർ സ്വന്തം കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് അവരുടെ വിദ്യാഭ്യാസം പോലും പൂർത്തീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാ പ്രിയ മക്കളെ? അവർക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നവരാ. സ്വന്തം വലിയ വലിയ ക്ലാസ്സുകളിലേക്കൊക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നവരാ. പക്ഷേ ഈ മക്കളെ പോറ്റാൻ പുലർത്താൻ പിതാവ് കിടന്ന് പാടുപെടുന്നത് കണ്ടറിഞ്ഞുകൊണ്ട് ഞങ്ങളും ഇറങ്ങാം, എന്തെങ്കിലും കിട്ടുമെങ്കിൽ കുടുംബത്തിന് നന്മയായി തീരട്ടെ എന്ന് കരുതിക്കൊണ്ട് ഇറങ്ങിത്തിരിച്ച പല മക്കളും ഇതിനകത്തുണ്ടെന്നേ. ഇന്നത്തെ പിള്ളേർ പഠിത്തവും കഴിഞ്ഞ് അതിനപ്പുറവും കഴിഞ്ഞ് പിന്നെ മാതാപിതാക്കളെ കൊല്ലാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തോളാം? വയസ്സ് 30 കഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെയും ഞങ്ങൾ പഠിച്ചോളാം. എന്തിനു വേണ്ടി എന്നറിയാമോ? ജോലിക്ക് പോകാൻ മടിയാ. ആമേൻ. അവരുടെ മാക്സിമം പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന അപ്പന് 60 വയസ്സ് കഴിഞ്ഞു, കൊച്ചിപ്പോഴും എന്ത് ചെയ്യുക? പഠിച്ചുകൊണ്ടിരിക്കുക, അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുക, ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല. പലപ്പോഴും പ്രിയമക്കളെ മാതാപിതാക്കളുടേതായ വേദനകൾ, അവരുടേതായ പ്രയാസങ്ങൾ അവരുടെ മുഖം പാടുമ്പോൾ തിരിച്ചറിയാൻ കഴിവുള്ള മക്കളുണ്ടോ? അവരാണ് ദൈവസ്നേഹികൾ. എന്താ അപ്പ മുഖം വാടിയിരിക്കുന്നത്? എന്താ അമ്മ മുഖം വാടിയിരിക്കുന്നത്? ഞാൻ ഈ ഇസഹാക്കിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ കൊച്ചിനെ യാഗം കഴിക്കാൻ വേണ്ടി അപ്പനും മകനും ഒരുമിച്ച് അവർ മലയിലേക്ക് കയറുകയാണ്. സ്വതം ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരു യാഗപീഠമുണ്ടാക്കി. കയറിപ്പോകുന്ന പോക്കിൽ കൊച്ചു ചോദിക്കുന്നുണ്ട്, അപ്പാ സ്വതം വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, യാഗമൃഗം എവിടെ? മനുഷ്യൻ പറഞ്ഞു, യഹോവ ഈരേ, ദൈവം കരുതിക്കൊള്ളും. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇതാണ് യാഗമൃഗമെന്ന്. സ്വതം 100 ചില്ലാൻ വയസ്സുള്ള ആ അപ്പൻ മകൻ്റെ കയ്യും കാലും ബന്ധിക്കുമ്പോൾ സ്വതം യൗവനക്കാരനാ, 16-17 വയസ്സുള്ള സ്വതം ഇസഹാക്കിന് നല്ല രീതിയിലൊന്ന് തള്ളിയാൽ ആ മനുഷ്യൻ താഴെ പോകും. പക്ഷെ അപ്പൻ കെട്ടുമ്പോഴും മുറുക്കി കെട്ടിക്കോപ്പ. ഒരു പക്ഷേ കഴുത്തിൽ കത്തി വെക്കുമ്പോൾ വേദന കൊണ്ട് സ്വതം എൻ്റെ കയ്യോ കാലോ അപ്പൻ്റെ ശരീരത്തിൽ മുട്ടാതിരിപ്പാൻ മുറുക്കി കെട്ടിക്കോ എന്ന് പറയുന്ന ഇസഹാക്ക് തന്നെക്കുറിച്ച് പറയുന്നത്, എൻ്റെ അപ്പൻ്റെ ഭയമായവനെ. ഇസഹാക്ക് യഹോവയായ ദൈവമേ എന്നല്ല പറയുന്നത്, എൻ്റെ അപ്പൻ്റെ ഭയമായവനെ. സ്നേഹമുള്ള ദൈവ പൈതൽ, എത്ര മക്കളുണ്ട് പ്രിയ മക്കൾ ഇന്ന്? അപ്പൻ്റെ മുഖമൊന്ന് വാടുമ്പോൾ, അമ്മയുടെ കണ്ണൊന്ന് നിറയുമ്പോൾ സ്വതം ചേർന്നിരുന്നു കൊണ്ട് എന്താ അമ്മ കരയുന്നത്? എന്താ അപ്പ പ്രയാസപ്പെടുന്നത് എന്ന് ചോദിച്ച് അവരൊന്ന് ആശ്വസിപ്പിച്ച് കൂടെ ഇരുന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ കഴിവുള്ള എത്ര മക്കളുണ്ട്? നിന്റെ പേരാ ദൈവസ്നേഹിയായ ദൈവ പൈതല. മടങ്ങി വരണം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഭീതിപ്പെടുത്തുന്ന വാർത്തകളാണ്. ഓരോ പിള്ളേർക്ക് ശമ്പളം കിട്ടുന്നതിന് മുമ്പേ തന്നെ കൊട്ടേഷൻ കൊടുക്കുകയാണ്. ഈ മാസം ശമ്പളം പ്രതീക്ഷിക്കരുത് കേട്ടോ. എന്ത് ചെയ്യാൻ പോവുക? എനിക്കൊരു ഷൂ മേടിക്കണം, എനിക്കൊരു ഷർട്ട് മേടിക്കണം, എനിക്ക് ജീൻസ് മേടിക്കണം. അപ്പൻ അവിടുന്ന് ഒരു 1000 രൂപ കൂടി വാങ്ങിച്ചു തരണം, അല്ലെങ്കിൽ തികയത്തില്ല.
പ്രൈസ് ദി ലോർഡ്. എൻ്റെ പൊന്നുമോനെ ബാങ്കിൽ അടച്ചിട്ടില്ല, അപ്പം നീ കാര്യമായിട്ട് പണിയുണ്ടായിട്ടില്ല. നീ അങ്ങനെ പറയല്ലേ. 2-3 മാസം കഴിയട്ടെ, നിനക്കിപ്പോൾ കൊടുക്കാൻ പറ്റത്തില്ല. എനിക്കിപ്പോൾ വേണം, ഈ മാസം വേണം. കൂട്ടുകാരൻ്റെ കല്യാണമാ, ആമേൻ സ്തോത്രം. കൂട്ടുകാരൻ്റെ വീട്ടിലോ കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരത്തിൻ്റെ വീട്ടിലോ കല്യാണമാ, വേണം. പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിൻ്റെ നിലവാരം അറിഞ്ഞിട്ടേ എൻ്റെ മക്കളെ ചെയ്യാവൂ. ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര ട്രെൻഡാണ്. ഇതിൻ്റെ അകത്തുള്ള ദൈവമക്കളെ, നിങ്ങൾ പഠിച്ച് വളർന്ന് വലുതായി നിങ്ങളുടെ ഫീസ് സ്വത കൃത്യസമയത്ത് നിങ്ങളുടെ സ്കൂളിൽ അടച്ച് ഉണ്ടായിട്ടല്ല. ഇതിനകത്ത് ആരും തന്നെ ബാങ്കിൽ കിടക്കുന്ന പൈസ എടുത്ത് കൊടുത്ത് പഠിപ്പിച്ചതായിട്ട് എനിക്കറിയത്തില്ല. സ്വതം എവിടെ നിന്നെങ്കിലും കിട്ടുന്നത് ഉണ്ടാക്കി വെച്ച് അല്ലെങ്കിൽ ആരുടെങ്കിലും വായ്പ വാങ്ങിയിട്ടൊക്കെ അടച്ച് ഇതുവരെ എത്തിച്ചിരിക്കുന്നത്. ശമ്പളം കിട്ടുന്ന സമയത്ത് സ്വതം കിട്ടാവുന്ന ഷോപ്പിൽ കയറി പർച്ചേസ് ചെയ്ത് വരുന്നതിനേക്കാൾ ഉപരിയായിട്ട് കിട്ടുന്ന ശമ്പളം നിന്റെ അപ്പൻ്റെ കൈ വെച്ചു കൊടുക്കുക. മാതൃകയുള്ള കുടുംബം എങ്ങനെയാ പ്രിയമക്കളെ? എങ്ങനെയാ ഇത്? ചില പിള്ളേർക്ക് സാലറി കിട്ടിക്കഴിഞ്ഞ സ്വതം പർച്ചേസ് ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് കൈ 10 പൈസ ഇല്ല. അതാണോ മര്യാദ? നല്ല അപ്പന്മാരെയൊക്കെ ഞങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ട് പ്രിയമക്കളെ. ഈ കൊണ്ടുവന്ന് കൊടുക്കുന്ന പൈസ നേരെ പറയും, എൻ്റെ കൊച്ചിത് തന്നല്ലോ. ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ കയ്യിലേക്ക് കൊടുക്കും. സ്തോത്രം. അവൾക്ക് എന്താണെന്ന് വെച്ചെന്നാ, അവൻ എന്താണെന്ന് വെച്ചെന്നാ വാങ്ങിച്ചോട്ടെ, ഇതാ പിടിച്ചോ. 10 പൈസ ഇല്ലാതിരിക്കുന്ന അപ്പനായിരിക്കാം, 10 പൈസ ഇല്ലാതിരിക്കുന്ന അമ്മയായിരിക്കാം. പക്ഷെ ഇന്നത്തെ തലമുറകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഇതിനകത്തങ്ങനെ ഉണ്ടാകരുതേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാ. സ്വതം നിന്റെ കുഞ്ഞു പ്രായം മുതൽ LKG വിദ്യാഭ്യാസം മുതൽ സ്വതം നിനക്ക് പഠിക്കാൻ കഴിയുന്നിടത്തോളം പഠിപ്പിച്ചെടുത്ത മാതാവ് പിതാവ് നിനക്ക് വേണ്ടി ചെലവിട്ടിരിക്കുന്നത് നിന്റെ ഒരായുസ് പണിയെടുത്താൽ തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ആ സ്ഥാനത്ത് ആദ്യമായിട്ട് നിനക്ക് കിട്ടുന്ന അധ്വാന ഫലമുണ്ടല്ലോ, അത് ആ മാതാപിതാക്കളെ കരത്തിൽ കൊണ്ടുവന്ന് കൊടുത്ത് ഒരു വാക്ക് പ്രാർത്ഥിപ്പിച്ച് അവർ തരുമെങ്കിൽ മേടിച്ചോ. അതല്ലെങ്കിൽ അപ്പാ ഇത്ര കിട്ടിയുള്ളൂ, അടുത്ത ദിവസം വർദ്ധിക്കും പ്രിയമക്കളെ, വർദ്ധിച്ചു വരും. ആ സമയത്ത് അവരിൽ ഉണ്ടാകുന്ന ആ സ്നേഹമുണ്ടല്ലോ, ആ ഒരു തുള്ളി കണ്ണുനീരുണ്ടല്ലോ, അത് നിന്റെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരും. ഇന്ന് പിള്ളേർക്ക് കിട്ടുന്ന പൈസ അവർക്ക് വേണ്ടി പ്രത്യേക ഒരു അക്കൗണ്ട് എടുത്തിട്ട് അതിനകത്ത് ഇടുകയാണ്. എത്രയോ മാതാപിതാക്കൾ, നിങ്ങൾ ഇവിടെ നിന്ന് ആരും പറഞ്ഞിട്ടില്ല, പല മാതാപിതാക്കളും പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ അവൻ്റെ കയ്യിൽ ഒത്തിരി പൈസ ഉണ്ട്, തരത്തില്ല. അപ്പനൊരു ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കത്തില്ല. ഇവർ അധ്വാനിക്കുക, ഉണ്ടാക്കുകയാണ്. എടാ, നിന്റെ മാതാപിതാക്കൾക്ക് ഉണ്ടാക്കാനാണെങ്കിൽ നിന്നെ വളർത്തി പഠിപ്പിച്ച കാലത്ത് ഉണ്ടാക്കാനായിരുന്നെങ്കിൽ ഒത്തിരി ഉണ്ടാക്കായിരുന്നു. നിന്റെ അപ്പൻ്റെ പോലെ തന്നെ കൂലിപ്പണിക്കാരനായിട്ട് കൊണ്ട് നടക്കാനായിരുന്നെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടാക്കാനായിരുന്നു. പക്ഷേ അപ്പൻ കടന്നുപോയ മേഖലകൾ മക്കൾ കടന്നു പോകരുത്. അവർക്ക് വിദ്യാഭ്യാസം വേണം, അവരെ പഠിപ്പിക്കണം, അവർ നല്ല ജോലിക്കാരായി തീരണം എന്ന് കരുതിക്കൊണ്ട് ആ മനുഷ്യൻ നടുവൊടിഞ്ഞ് പണിയെടുത്ത് വളർത്തി വലുതാക്കി നിനക്ക് 10 പൈസ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഗുഡ് ബൈ പറയുന്നവനാകരുത്. ആമേൻ. അങ്ങനെ നീ പറഞ്ഞു പോയാൽ നിനക്ക് മക്കൾ ജനിക്കും. പ്രൈസ് ദി ലോർഡ്. നിനക്ക് മക്കൾ ജനിക്കും. നിന്റെ അപ്പനോട് നീ പെരുമാറിയത് പോലെ ആയിരിക്കത്തില്ല നിന്റെ മക്കൾ നിന്നോട് പെരുമാറുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അളക്കുന്ന അളവിനാൽ നമുക്കും എന്ത് ചെയ്യും? അളന്ന് കിട്ടും. സ്തോത്രം. കർത്താവ് കാണുന്നുണ്ട് ഈ തലമുറകളെയും വരുന്ന തലമുറകളെയും. കഴിഞ്ഞ തലമുറകളെല്ലാം കാണുന്നുണ്ട്. സ്തോത്രം. ഷോക്കേസ് നിറച്ച് നിന്റെ കളിപ്പാട്ടങ്ങളാ. സ്വന്തം നിന്റെ ഫോട്ടോകൾ ഓരോ പ്രാവശ്യവും ബർത്ത്ഡേ വന്നപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഫോട്ടോകൾ, അന്ന് ഉടുത്ത ഉടുപ്പുകൾ, അപ്പൻ്റെ കയ്യിൽ എന്തിട്ടിരിക്കുന്നത് വെള്ളക്ക വണ്ടിയും കരിങ്ങാറ്റട തൊപ്പിയും സ്തോത്രം ഓലപ്പന്തും. ഫോട്ടോ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഫോട്ടോ ഇല്ല. ഇത് കാണത്തക്ക രീതിയിൽ എല്ലാം ഉണ്ട്. സ്വന്തം LKG തുടങ്ങി ആ കാലഘട്ടത്തിൽ വളർന്നു വന്ന എല്ലാ ഫോട്ടോ ഇരിക്കുന്നുണ്ട്. എല്ലാത്തിലും വ്യത്യസ്ത സ്വന്തം ഡ്രസ്സാ. നിന്റെ കയ്യിലെ പൈസയല്ല പ്രിയ മക്കളെ, മാതാപിതാക്കളുടെ കഠിനാധ്വാനമാണ്. അവരുടെ കണ്ണുനീർ അവരെ വേദനിപ്പിക്കരുത്.
എൻ്റെ വിഷയത്തിലേക്ക് എനിക്ക് കടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അപകടമാ. വേഗത്തിൽ നമുക്ക് പോകാം പ്രിയമക്കളെ. അമ്മയപ്പന്മാരെ അനുസരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. നിങ്ങൾ പറയണം കേട്ടോ, ഞങ്ങളെ പോലീസുകാരാക്കി മാറ്റരുത്, വീട്ടിനകത്തും നിങ്ങൾ ശീലിപ്പിക്കണം. ഈ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു തെറ്റുപറ്റി. ഒത്തിരി സങ്കീർത്തനങ്ങൾ രചിച്ചിട്ടുള്ള മനുഷ്യനാ, പക്ഷെ മക്കളെ ശാസിച്ചും ശിക്ഷിച്ചും വളർത്തിയില്ല. ഒരു ഏലി പുരോഹിതന് അപ്പുറത്ത് കിടക്കുന്നുണ്ട്, നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. പക്ഷെ ഇത് ദാവീദ്, ആമേൻ സ്വതം, രണ്ടും മക്കൾ തമ്മിൽ ആമേൻ സ്വതം ഉഗ്രവാദമുണ്ടായി ഒരുത്തനെ കൊന്നു. ഒരു മകളെ ഒരു മകൻ ആമേൻ സ്വതം ദോഷം ആമേൻ പെടുത്തുവാനിടയായി തീർന്നു. ഒരു മകളുടെ മാനം പോയി. ആരാ? മകനാ. പ്രീസല്ലോ. എന്തുകൊണ്ടാണെന്നറിയാമോ പ്രിയമക്കളെ? ഈ കുഞ്ഞുങ്ങൾ നമ്മളെ ബഹുമാനിക്കാത്തതിൻ്റെ കാരണം എന്നറിയാമോ? വീട്ടിൽ ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും തമ്മിലുള്ള കൂട്ടയടിയാണ് മക്കൾ നമ്മളെ ബഹുമാനിക്കാത്തതിൻ്റെ കാരണം. പല പിള്ളേരും മാതാപിതാക്കളെ കൈവിട്ടു പോകുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അമ്മ പിള്ളേരെ ഉപദേശിക്കുമ്പോൾ പിള്ളേർ പറയുന്ന ഒരു കാര്യമുണ്ട്, ആദ്യം അമ്മനെ ശരിയാക്കുക അപ്പൻ, ആദ്യം അപ്പനെ ശരിയാക്കുക അമ്മ, എന്നിട്ട് ഞങ്ങളെ ശരിയാക്കാന്ന് പറഞ്ഞാൽ തീർന്നു. പല പിള്ളേരും പല കുടുംബത്തിൽ നിന്ന് കൈവിട്ടു പോകാൻ കാരണം അപ്പനമ്മ എന്ന പദവി അർഹിക്കുന്ന പല വ്യക്തിത്വങ്ങളും കുഞ്ഞുങ്ങളുടെ കണ്ണിന് മുമ്പിൽ അവരുടെ കോപത്തെ അടക്കി വെക്കാൻ പറ്റാത്ത തലത്തിൽ പെരുമാറുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ ഇത് കണ്ട് വളരുന്ന പിള്ളേര് പലരും കൈവിട്ടുപോകും. അവരെ ഉപദേശിക്കാൻ പറ്റത്തില്ല, അവരെ ശാസിക്കാനോ ശിക്ഷിക്കാനോ പറ്റത്തില്ല. എന്നാൽ ഒരൊറ്റ വാക്ക് കുഞ്ഞങ്ങത് പറയുമ്പോൾ അന്ന് മുതൽ സ്റ്റോപ്പ് ചെയ്യണം. എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിക്ക് വേണ്ടി. രണ്ടാമത്തെ പ്രാവശ്യവും പറയുമ്പോൾ ചോദിക്കാം, നീ അന്ന് പറഞ്ഞതിന് ശേഷം വല്ല തെറ്റും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടോ? കുറവില്ലാതെ വണ്ണം കാണിച്ചു കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് മാതൃകയായി, ദൈവത്തിന് മാതൃകയായി ജീവിക്കുമ്പോൾ പിടിച്ച സ്ഥലത്ത് കുഞ്ഞുങ്ങളെ നിർത്താം. ദാവീദിന്റെ ജീവിതത്തിൽ ഒത്തിരി ഭാര്യമാരുണ്ടായിരുന്നു. ആമേൻ സ്തോത്രം. പലർക്ക് ജനിച്ച മക്കളാ. എത്ര കുഞ്ഞുങ്ങൾ? 19 കുഞ്ഞുങ്ങളുടെ പേരുകൾ വിശുദ്ധ വേദ പുസ്തകത്തിൽ പറയുന്നുണ്ട്. വെപ്പാട്ടികൾക്ക് ജനിച്ച കുഞ്ഞുങ്ങൾ ഒത്തിരി വേറെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. മക്കളെ നല്ലപോലെ വളർത്തണം. സദൃശവാക്യത്തിലേക്കൊന്ന് പോകാമോ? ആമേൻ സ്തോത്രം. സദൃശവാക്യത്തിലേക്ക് ആമേൻ 22-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, 6-ാം വാക്യം, 15-ാം വാക്യം, 23-ാം അധ്യായത്തിൻ്റെ 13-ഉം 14-ഉം വാക്യം. ആമേൻ സ്തോത്രം. ഒന്ന് എടുക്കണം, വായിക്കണം വേഗത്തിൽ, സമയം തീരുന്നതുകൊണ്ടാ. വക്രന്റെ വഴിയിൽ മുള്ളും കുടുക്കുമുണ്ട്, തന്റെ പ്രാണനെ സൂക്ഷിക്കുന്നവൻ അവയോട്. 22-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിച്ചേ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ എന്ത് ചെയ്യുക? അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ബാലൻ നടക്കേണ്ടുന്ന വഴി ആരാ അഭ്യസിപ്പിക്കേണ്ടത്? പാസ്റ്റർമാരാണോ? ഞങ്ങളാണോ? ആരഭ്യസിപ്പിക്കണം? എടാ മാതാപിതാക്കൾ. മുതിർന്നവനെ കാണുമ്പോൾ എഴുന്നേൽക്കാനും അവനെ കാണുമ്പോൾ ബഹുമാനിക്കാനും ആമേശ്വത പഠിപ്പിക്കണം. കുഞ്ഞു പ്രായത്തിൽ പഠിപ്പിക്കണം. വലുതായതിനു ശേഷം അവൻ്റെ മേൽ കൈവച്ച അടിക്കും. നിങ്ങളെ ബാല്യകാലത്ത് ശീലിപ്പിക്കണം. ആമേ. വാടി കൊണ്ട് തല്ലിയാൽ പോകുന്ന പ്രാണനല്ല അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഇവനിട്ട് അല്ലേ, നദനിയലിനിട്ട് ആമേ ഒരെണ്ണം കൊടുത്തു. എത്ര ഡീസൻ്റ് ആയിട്ടിരിക്കുന്നത്. അവൻ വൃദ്ധനായെന്നാലും മറക്കത്തില്ല. അവൻ പറയും, ആമേ സ്തോത്രം, അന്ന് ഒരിക്കൽ ആലയത്തിൽ വെച്ച് ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിട്ട് എനിക്കൊരു അടി കിട്ടിയിട്ടുണ്ട്. മറക്കത്തില്ല. അമ്മേ ഫിയോണൊക്കെ അടി കൊണ്ടിട്ടുണ്ട് ഒരിക്കൽ. ഫ്രീസലോ അമ്മേ. ഞാൻ പറയുന്നത് ഇത് ദൈവത്തിൻ്റെ വചനമാണ്. സ്നാനം ദൈവവചന പ്രകാരം നമ്മൾ ചെയ്തതല്ലേ? രക്ഷിക്കപ്പെടുന്ന ദൈവവചന പ്രകാരം ചെയ്തതല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തത്? ഇന്ത്യയിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, കേരളത്തിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ജയിലിൽ കിടക്കും. അതുകൊണ്ട് അവിടുത്തെ പാപം വളരെ വലുതാ പ്രീതി മക്കളെ. അവിടുത്തെ പാപം വളരെ വലുതാ. അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ദയയില്ല, കരുണയില്ല. മാതാപിതാക്കളോടോ അമ്മസ്വതം മാറ്റിക്കിടത്തണം.
ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച അമ്മയുടെ ചൂട് പറ്റിക്കിടന്ന് വളരാനുള്ള അവസരം കിട്ടിയിരിക്കുന്ന മക്കളെ അവരങ്ങനെ വളർത്തണം. പ്രീസലോ ഇവിടെ പറയുന്നത് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവൻ എന്ത് ചെയ്യണം? അഭ്യസിപ്പിക്കണം. അവൻ വൃദ്ധനായാലും അത് വിട്ടു മാറുകയില്ല. അപ്പൊ എപ്പോൾ ഇത് ചെയ്യിപ്പിക്കണം? നമുക്ക് വരുന്ന പച്ചക്കറികളുണ്ടല്ലോ, കൂടുതലും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നത് പച്ചക്കറികൾ നല്ലതല്ലേ കിട്ടുന്നത്? നല്ല പച്ചക്കറികളല്ലേ? കാണുമ്പോൾ എല്ലാം നല്ലതല്ലേ? കാണുമ്പോൾ എല്ലാം നല്ലതാ. ഒരൊറ്റ പുഴുക്കുത്ത് പോലും ഉണ്ടാകത്തില്ല. കാരണം എന്താണെന്നറിയാമോ? മരുന്നടിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. ഈ മരുന്ന് എന്തിനു വേണ്ടി അടിക്കുന്നത് അറിയാമോ? കീടം, പുഴു അകത്ത് കയറാതിരിക്കാൻ. ഇത് ഏത് സമയത്തടിക്കും? ഫലം ഉണ്ടായതിനു ശേഷമാണോ? അല്ല, പൂവിടുന്ന സമയത്ത്. പൂവിടുന്ന സമയത്തോ പൂവിടുന്നതിന് മുമ്പോ മരുന്നടിച്ച് അതിൻ്റെ അകത്ത് കീടം കയറാതിരിക്കാൻ കർഷകൻ ശ്രമിക്കുന്നു എങ്കിൽ നിന്റെ കുഞ്ഞ് വളരും. ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ അകത്ത് പുഴുക്കത്ത് കയറാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് ആത്മാവിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. അത് വൃദ്ധനായിരുന്നാലും മറക്കത്തില്ല പ്രിയ മക്കളെ, കുഞ്ഞു പ്രായത്തിൽ വളർത്തണം കേട്ടോ. അമേശ്വതം ഈ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഈ പച്ചക്കറികളും ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളും ഒരൊറ്റ പുഴു പോലും കയറത്തില്ല. എന്തുകൊണ്ടാ? ചെറുപ്രായത്തിൽ തന്നെ തൈച്ചെടി ആയിരിക്കുമ്പോൾ തന്നെ മരുന്നടിച്ച് ഒരൊറ്റ പ്രാണി പോലും പരിസരത്ത് പോലും വരാത്ത രീതിയിൽ അത്രയ്ക്ക് മാരകമായ വിഷമാണ് അതിനകത്ത് അടിച്ച് നമ്മൾക്കൊക്കെ നല്ലതുപോലെ കിട്ടുന്നത്. 10 ദിവസം വിറ്റ് പോകാതിരുന്നാൽ ഒന്നും സംഭവിക്കത്തില്ല, അങ്ങനെ തന്നെ ഇരിക്കും. ഫ്രീസലോ അതായത് ഇന്ന് സോപ്പിട്ടൊക്കെ കഴുകിയിട്ടൊക്കെയാണ് ഈ സംഭവം ഉണ്ടാക്കി കഴിക്കുന്നത്. ഞാനത് വിടുകയാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാ. ഇത് വളർന്നതിന് ശേഷമല്ല അത് അവർ ചെയ്യുന്നത്, കുഞ്ഞു പ്രായത്തിലാണ്. ആ തൈച്ചെടി ആയിരിക്കുന്ന സമയത്ത് മരുന്നടിക്കും. ഈ മാങ്ങ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ മാങ്ങ ഒന്ന് അരിഞ്ഞു നോക്കുമ്പോൾ അതിനകത്ത് എന്തുണ്ട്? ഇതിൻ്റെ എങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് പോലും സുഷിരങ്ങൾ ഉണ്ടാകത്തില്ല. പിന്നെ ഇതെങ്ങനെ കയറി? ആ പൂവിട്ടപ്പോൾ കയറിയെന്നേ, പൂവിട്ടപ്പോൾ കയറി. ഇതിൻ്റെ അകത്ത് മാംസം വരുന്നതനുസരിച്ച് ഇതും കഴിച്ച് മാംസം അതും ബലപ്പെട്ടു, അകത്ത് വളരുകയാണ് സുഖമായിട്ട് കേട്ടോ. നമ്മളായിട്ട് വളർത്തരുത്. പൂവിടുമ്പോൾ കായിടുമ്പോൾ തന്നെ ചെറുപ്രായത്ത് പിടിക്കേണ്ട സമയത്ത് പിടിച്ചേക്കണം. ഉറക്കൊരു ഹല്ലേലൂയ പറഞ്ഞേ. എന്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് കൊച്ചു കാര്യം ടീച്ചേഴ്സ് പറയുമ്പോൾ വേദനിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? എടാ നീ വേദനിപ്പിച്ച് വളർത്തിയിട്ടില്ല കൊച്ചിനെ. എന്തുകൊണ്ടാണ് കുഞ്ഞു പ്രായത്തിൽ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കാരണം? തോറ്റിട്ടില്ല അവർ ഇതുവരെ. അപ്പനും അമ്മയും അവരങ്ങനെയാണ് വളർത്തിയത്. ഒരു ഈർക്കല് പോലും എടുത്ത് ആ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യത്തില്ല, തല്ലിയിട്ടില്ല. ആമേൻ. എൻ്റെ പ്രായം അതിന് മുമ്പിലുള്ള പ്രായക്കാരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അന്ന് സാറന്മാരെ അടിച്ച പാട് ഇപ്പോഴും ഉണ്ട് പാസ്റ്റേ. ഇല്ലേ? എന്തോരടിയാണ് കൊണ്ടിട്ടുള്ളത്. മുട്ടയിൽ നിന്നിട്ടുണ്ടോ? മുട്ടയിൽ നിന്നിട്ടുണ്ട്, ആടി കൊണ്ടിട്ടുണ്ട്. വീട്ടിൽ വന്ന് പറയോ? വീട്ടിൽ പറയത്തുമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യും? ഇന്ന് നമ്മുടെ പിള്ളേരൊന്ന് പിണങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് റിപ്പോർട്ട് ചെയ്യും, അപ്പം മരണം, ആ മിസ്സിന് അങ്ങനെ വിട്ട പറ്റത്തില്ല, വേണമെങ്കിൽ കേസും കൊടുക്കും. ഇന്ന് അധ്യാപകരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ. ഇന്ന് അധ്യാപകർ അതുകൊണ്ട് കുട്ടികളോട് കൂടെ കൂട്ടുകാരായി തീരുക. എൻ്റെ പൊന്നു കുഞ്ഞ് ജീവിതകാലം മുഴുവനും അധ്വാനിച്ച് ജീവിക്കേണ്ടതാ, കേസ് കൊടുത്തേക്കല്ലേ. ഒന്നും പറയാൻ പറ്റാത്തൊരു കാലമാണ്. ആമേൻ. LKG UKG 1ാം സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന പിള്ളേർ പറഞ്ഞത് എനിക്ക് ബെസ്റ്റി ഉണ്ടെന്ന്. ആമേൻ. ബെസ്റ്റ് ഫ്രണ്ട്, ബെസ്റ്റി, ഇങ്ങനെയൊക്കെ ആക്കിയെടുക്കുകയാണ് പിള്ളേർ. ഈ സോഷ്യൽ മീഡിയ ആണ് പ്രിയ മക്കളെ. സ്വന്തം മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ, സിനിമ, ഇത് കുഞ്ഞുങ്ങളുടെ ബുദ്ധിയെ വശീകരിക്കുകയാണ്. മാതാപിതാക്കൾ കുറച്ച് അധ്വാനിക്കാൻ വേണ്ടി, അന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മ പണിയെടുക്കാൻ വേണ്ടി കുഴിയിലിറക്കിയിരുത്തും, ഒരു ഓലപ്പന്തം തരും, അവിടെ ഇരിക്കും. ഇന്ന് മാതാപിതാക്കൾ പണിയെടുക്കുമ്പോൾ പിള്ളേരുടെ കയ്യിൽ ശല്യമില്ലാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന സാധനം ഓലപ്പന്തല്ല, സ്വന്തം മാരകമേറിയ വിഷമാണ്. ഇതാ കുഞ്ഞിനെയും തകർക്കും, അവൻ്റെ തലമുറകളെയും തകർക്കും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അപ്പനും അമ്മയും കൈയൊഴിയാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെ കരത്തിൽ ഈ വിഷം ഏൽപ്പിക്കല്ലേ, അവരെ ചേർത്ത് നിർത്തിയൊന്ന് വളർത്ത്. ആമേൻ. മയക്കമരുന്നിൽ നിന്ന് എങ്ങനെയും വേർതിരിച്ചെടുക്കാം, മദ്യത്തിൽ നിന്ന് എങ്ങനെയും വേർതിരിച്ചെടുക്കാം. ഇതെന്ന് സഹചാരിയായിട്ട് ഇത് കൂടെ കൂടിയിരിക്കുക.
മാറ്റാൻ പറ്റത്തില്ല. അമ്മയില്ലെങ്കിലും കുഴപ്പമില്ലെന്ന്, അപ്പനില്ലെങ്കിലും കുഴപ്പമില്ലെന്ന്, മൊബൈൽ മതിയെന്നേ. ആമേശ്വത ഒരു 1 ഇയർ നെറ്റും ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ തീർന്ന് മതി. സ്തോത്രം. മടങ്ങി വരണം, ഇന്ന് പകലിലൊന്ന് മടങ്ങി വരണം. ആമേ, ദാവീദിന്റെ ജീവിതത്തിൽ വലിയൊരു തെറ്റ് സംഭവിച്ചു. ആമേ, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായെന്നാലും അത് വിട്ടു മാറുകയില്ല. അടുത്ത 15-ാം വാക്യം. ബാലന്റെ ഹൃദയത്തിൽ എന്തുണ്ട്? നമ്മളും ബാലന്മാരായി വന്നവരാ. പോഷത്വമുണ്ടായിരുന്നു, ഇല്ലെന്ന് പറയരുത്. പോഷത്വം ഉണ്ടാകും. ആമേ. അതുകൊണ്ട് ചില വീടുകളിൽ കടകളിലൊക്കെ പോയി കഴിയുമ്പോൾ അപ്പൻ്റെ കയ്യിൽ പോക്കറ്റ് പൈസ ഉണ്ടാകത്തില്ല. കൊച്ചിനെ ആയിട്ട് ഏതെങ്കിലും കടയിൽ കയറി കഴിഞ്ഞാൽ തീർന്ന്. നമുക്ക് ആത്മാഭിമാനം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ. ആമേശ്വതം പിടിച്ച സാധനം 500-ൻ്റെ. ആമേശ്വതം എനിക്കിത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കരഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം കിടന്ന് വട്ടം കറങ്ങും. പ്രൈസ് ദി ലോർഡ്. ആ കുഞ്ഞിനെ അവിടെ വെച്ച് വല്ലതും ചെയ്യാൻ പറ്റുമോ? ചെയ്ത് കഴിഞ്ഞ ആ കടക്കാരനും പറയും, കൂടെ നിൽക്കുന്ന ആളുകളും പറയും, ഈ മനുഷ്യൻ എന്ത് മനുഷ്യൻ, ആ കൊച്ച് ഒരു സാധനം ചോദിച്ചിട്ട്. ഇന്ന് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ തുണിക്കടകളിൽ വില കൂടിയ വസ്ത്രം ആരുടെയെന്നറിയോ? കുഞ്ഞുങ്ങളുടെ ഡ്രസ്സുകളാ. അതൊരു തന്ത്രമാ. ഇവരതുമേ കയറി പിടിച്ചെന്നാലും എന്ത് ചെയ്യത്തില്ല, വിടത്തില്ല. 2000-3000 ആണെങ്കിലും അവിടെ കിടന്ന് അമ്മയോ അപ്പനോ എടുക്കാൻ പോകുന്ന കുറച്ചിട്ട് കൊച്ചിനെന്ത് ചെയ്യും? വാങ്ങിച്ചു കൊടുക്കും. ഭയങ്കര വിലയാണ് പല സാധനങ്ങൾക്കും. മക്കളെ അമ്മയെ പഠിപ്പിക്കണം കേട്ടോ. മക്കൾ അങ്ങനെ പഠിപ്പിച്ചെടുക്കണം. സ്തോത്രം. നമ്മൾ മക്കളെയൊക്കെ വളർത്തുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ആപ്പിളിനൊക്കെ 300 രൂപ 500 രൂപ വിലയുള്ള സമയത്ത് 1/2 കിലോ മേടിച്ചിട്ട് 2 എണ്ണം കൊച്ചിന് കൊടുക്കരുത്. ആപ്പിളിന് വില കുറയും. 80 രൂപ 60 രൂപ 100 രൂപയൊക്കെ വരും. 5 കിലോ മേടിക്കണം, ഇരുത്തി തീറ്റിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് നമ്മുടെ മക്കളെ വളർത്തേണ്ട വിധങ്ങളുണ്ട് പ്രിയ മക്കളെ. ആമേശ്വതം വില കൂടുതലുള്ള സമയത്ത് ഒരെണ്ണം മേടിച്ചിട്ട് മോനെ ഭയങ്കര വിലയാ, ഇത് കഴിച്ച് അവൻ്റെ കൊതി മാറത്തില്ല. കൊച്ചു വീണ്ടും വീണ്ടും ആവശ്യപ്പെടും. ആമേശ്വതം എല്ലാ ദിവസവും മുടക്കേണ്ടി വരും. മറിച്ച് എല്ലാ സാധനത്തിനും അതിൻ്റെ സീസൺ കഴിയുന്ന സമയത്തിന് തൊട്ട് മുമ്പേ എന്ത് വരും? വില കുറയും. വില കുറയും. ഒരെണ്ണം വാങ്ങിക്കുന്ന സ്ഥാനത്ത് 1 കിലോ വാങ്ങിക്കാൻ പറ്റും. ഒരെണ്ണം വാങ്ങിക്കുന്ന സ്ഥാനത്ത് 5 കിലോ വാങ്ങിക്കാൻ പറ്റും. കൊടുക്കണം. ഈ കുഞ്ഞുങ്ങൾ മറ്റുള്ള കൂട്ടുകാരോട് പറയും, ആപ്പിൾ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. സ്തോത്രം. ആപ്പിൾ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. വെറുതെയും കഴിച്ചിട്ടുണ്ട്, ജ്യൂസ് അടിച്ചും കഴിച്ചിട്ടുണ്ട്, പല രീതിയിലും കഴിച്ചിട്ടുണ്ട്. അവന് വേണ്ടെന്നേ കേട്ടോ പ്രിയ മക്കളെ. കുഞ്ഞുങ്ങൾ അങ്ങനെ ഒത്തിരി ബുദ്ധി ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ട് തിരുവഴുത്തിൽ പറഞ്ഞ് നിങ്ങൾ പാമ്പുകളെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ. നമ്മുടെ മക്കളെ അതുപോലെ ഭക്ഷണം എല്ലാം കൊടുത്തവരെ കൊതി മാറ്റണം. നമ്മളൊക്കെ നിർദ്ധരാ, ഒന്നുമില്ലാത്തവരാ, പക്ഷെ ബുദ്ധി ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെ വളർത്തണം. ആമേൻ. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാ. ആഹാര കാര്യങ്ങളിലെല്ലാം അതുപോലെ വളർത്തിയെടുക്കാൻ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. അവൻ വൃദ്ധനായെന്നാലും അത് വിട്ടുമാറുകയില്ല. ബാലന്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു. അടുത്ത വാക്യം. ശിക്ഷയ്ക്കുള്ള വടി അതിനെ ഉപയോഗിക്കുന്നുണ്ടോ? ബാലനെ ശിക്ഷിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ അവൻ നിന്നെ ശിക്ഷിക്കും. ഉറപ്പാ, ശിക്ഷ ഉറപ്പാ. നീ ഇന്നൊരു ചൂരലെടുത്ത് അവനെ അടിച്ചില്ലെങ്കിൽ അവൻ മുട്ടമ്പടി എടുത്ത് നിന്നെ അടിക്കും. അങ്ങനത്തെ പിള്ളേരെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ളത് പ്രിയമക്കളെ. വചനപ്രകാരം ഇവിടെ കേരളത്തിലായതിന് ദൈവത്തെ സ്തുതിക്കുകയാ. ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. നല്ലൊരു കാൽച്ചുവടുകൾ ഇപ്പോഴേ വെച്ചാൽ കുഞ്ഞുങ്ങൾ കൈക്കീഴ നിൽക്കും. ആമേശ്വരം. വചനം പറയുന്നത്, ആമേശ്വരം, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും 12 മണി രാത്രിയാകുമ്പോഴത്തേക്ക് മക്കളെ അന്വേഷിച്ച് ടോർച്ചും എടുത്ത് നിനക്ക് ഇറങ്ങേണ്ടി വരത്തില്ല. നിന്റെ കുഞ്ഞുങ്ങൾ പായിടുന്ന സമയത്ത് പ്രാർത്ഥിക്കാനുണ്ടാകും. നിന്റെ കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടാകും. 10 മണിക്കോ 12 മണിക്കോ 1 മണിക്കോ അവരെ തപ്പി നടക്കണ്ട. അപ്പനും അമ്മയും തിരിഞ്ഞും മറിഞ്ഞും കിടന്നുറങ്ങിയ കൊച്ചു വന്നില്ലല്ലോ, അവൻ വന്നോളും. കുറച്ചധികം സമയം കഴിയുമ്പോൾ മനുഷ്യരല്ലേ, ഉറങ്ങിപ്പോകും. രാവിലെ നമുക്ക് കൊച്ചുണ്ട്. എത്ര മണിക്കാണ് വന്നത്? 5 മണിയായി. വെളുപ്പിന് എവിടെ പോയതാ? ഞാൻ ആ കൂട്ടുകാരൻ. നിർത്തരുത്, പിടിക്കണം കേട്ടോ പ്രിയ മക്കളെ. നിങ്ങളുടെ മക്കൾ ഇന്ന് അധ്വാനിക്കുന്നവരാ. എത്ര രൂപ അവർക്ക് സാലറി കിട്ടണമെന്നുണ്ടെന്ന് മാതാപിതാക്കൾക്ക് അറിയാമോ? ചോദിക്കണം.
മക്കൾ, നിനക്ക് എത്ര രൂപ കിട്ടുന്നുണ്ട്? അന്യായമായിട്ട് അതിൽ കൂടുതലൊരു നന്മ അവിടെ കരത്തിൽ കണ്ട എവിടെ നിന്നാ ചോദിക്കണം. അല്ലെങ്കിൽ 10 നാൾ കഴിയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടതുപോലെ വീടിന്റെ വാതിൽക്ക് പോലീസ് വരും. അന്നേരം തിരുനാമത്തിന് അപമാനമായി തീരും. തിരുമുഖത്തേക്ക് നോക്കിക്കൊള്ളണം, ബുദ്ധിയുള്ളവരായി തീരണം. സ്വന്തം ശിക്ഷക്കുള്ള വടി അതിനെ ദൈവത്തിന് അറിവില്ലേ? മക്കളിങ്ങനെ ശിക്ഷിക്കാൻ ദൈവം പറയോ? എടാ, 18, 20, 25 വയസ്സ് കഴിഞ്ഞവനെയല്ല, കുഞ്ഞുപ്രായത്തിൽ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവൻ എന്ത് ചെയ്യണം? സ്നേഹം കൂടത്തേ ഉള്ളൂ. നമ്മുടെ മക്കളെ അവർ തെറ്റ് ചെയ്തിട്ടാണ് ശിക്ഷിക്കുന്നതെങ്കിൽ കുറച്ച് കരയും, വേദനയൊക്കെ ഉണ്ടാവും, തൊടയൊക്കെ പാടൊക്കെ ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ സ്നേഹം കൂടും. സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ പ്രിയ മക്കളെ. ഞാനും കമ്പ്യൂട്ടർ മനുഷ്യനൊന്നുമല്ല. ഒരപ്പൻ്റെ അമ്മയുടെ മകനായിട്ട് വളർന്നതാ. തല്ലുകൊണ്ടും ശാസന കേട്ടൊക്കെ വളർന്നതാ. ആ മാതാപിതാക്കൾ സ്നേഹം ഉണ്ടായിട്ടുള്ളൂ. ആമേൻ. പ്രീസല്ലോ. വളരെ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ വളർത്തേണ്ട വഴികൾ. ആമേൻ. അതിന്റെ 23-ാം അധ്യായം 13-14 വാക്യം. ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്. എന്ത് ചെയ്യാതിരിക്കരുതെന്ന് പറയുന്നത്? ദൈവം എന്താ ഇതിങ്ങനെയൊക്കെ എഴുതി വെക്കുന്നത്? എടാ, കൊടുക്കാതിരിക്കരുതെന്ന് പറഞ്ഞാൽ കൊടുക്കണമെന്നാ പറയുന്നത്. അങ്ങനെയല്ല അർത്ഥം. ബാലന് ശിക്ഷ. അയ്യോ, എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇന്നു വരെ കൂടെ പഠിക്കുന്ന കുട്ടി സ്തോത്രം എന്തെങ്കിലും മോത്തിട്ട് തോണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് പറയും. അപ്പം അപ്പൻ അങ്ങോട്ട് കയറുകയാ, ഞാൻ എൻ്റെ കൊച്ചിന് ഇന്ന് വരെ ഒരു ഈർക്കൽ കൊണ്ട് എന്ത് ചെയ്തിട്ടില്ല. ഈ കൊച്ചു 10 ദിവസം കഴിയുമ്പോൾ കോമ്പസ് എടുത്ത് മറ്റവനെ കുത്തും. എന്താ കാരണം എന്നറിയാമോ? വീട്ടിൽ മാതാപിതാക്കൾ ഇവനെ താലോലിച്ച വളർത്തുന്നത്. അവന് തോക്കാൻ മനസ്സില്ല, അവന് ജയിക്കണം. അവൻ്റെ ശരീരത്തിൽ ഒരാൾ തൊടാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. അല്ലേ? നമ്മുടെയൊക്കെ കാലഘട്ടത്തിലാണെങ്കിൽ ഇന്ന് പിള്ളേരെ പാതിക്കൊന്ന് തീർത്തേനെ. അല്ലേ? ഇരിക്കുന്ന ബെഞ്ചിൽ അപ്പുറത്തുനിന്ന് ഒരുത്തൻ തിക്കിക്കഴിഞ്ഞ് ഇപ്പുറത്ത് ഈ അറ്റത്തുള്ളവൻ പടപടാന്ന് പറഞ്ഞ് വീഴും ഇപ്പുറത്തോട്ട്. ഇല്ലേ? അങ്ങനെയൊക്കെ വീണ് വളർന്നവരല്ലേ? ഇല്ലേ? ഇന്നത്തെ പിള്ളേരുടെ ഒരുത്തനൊന്ന് വീഴ്ത്തി നോക്ക്, പിറ്റേ ദിവസം കൊട്ടേഷനായിട്ട് വരും. ആമേ. കാലഘട്ടം മാറുകയാ. അവർ തോൽക്കത്തില്ല പ്രിയമക്കൾ. തോക്കാൻ അവർക്ക് മനസ്സില്ല. അവർക്ക് ജയിക്കണം. വിജയം മാത്രമേ മുമ്പിലുള്ളൂ കേട്ടോ. അങ്ങനെ കുഞ്ഞുങ്ങളെ മത്സരിപ്പിച്ച് വളർത്തരുതേ. തോറ്റു വളരട്ടെ. വിദ്യാഭ്യാസത്തിൽ തോൽക്കണമെന്നല്ലേ ഞാൻ പറയുന്നത്. അല്ലാത്ത മേഖലകളിലെല്ലാം പറയുമ്പോൾ തന്നെ എല്ലാം കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കല്ലേ. ആമേശ്വരം ഒരു ദിവസം ഒന്ന് വെയിറ്റിംഗ് ചെയ്യ്. നീ ഇരുന്ന് പ്രാർത്ഥിക്കൂ കുഞ്ഞെ. ആമേൻ. ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്. വടി കൊണ്ട് അടിച്ചാൽ അവൻ ചത്തുപോകുകയില്ല. വടി കൊണ്ട് അടിച്ചാൽ എന്ത് ചെയ്യത്തില്ല? അപ്പൊ വടിയെന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് സാധനോ? ഒരു ചൂരലോ അല്ല ഇത്രയുള്ള വടിയാണോ? പ്രൈസ് ദി ലോർഡ് എന്ന് കരുതിക്കൊണ്ട് ഇന്ന് വീട്ടിൽ ചെന്നിട്ട് പ്രൈസ് ദി ലോർഡ് ഈ കൊച്ചു സ്കൂളിൽ ചെല്ലുമ്പോൾ നാളെ സ്കൂളിൽ ചെല്ലുമ്പോൾ ആര് തല്ലിയതാ? അപ്പൻ തല്ലിയതാ. ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞിട്ടാ തീർന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവം ഇല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ഈ ഇപ്പം പകർത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ വേണമെങ്കിൽ അവർ വെട്ടിയെടുത്ത് എന്ത് ചെയ്യും? ഇന്ന് അങ്ങനത്തെ കാലഘട്ടമാ. എല്ലാത്തിനും അല്ല പ്രിയ മക്കളെ, അർഹിക്കത്തക്ക നിലവാരത്തിൽ ബോധത്തിലേക്ക് തിരിച്ചു വരുത്തേണ്ടതിനായി എൻ്റെ മകനായിട്ട് വളരണമെന്ന ആഗ്രഹമുള്ള മാതാപിതാക്കൾ ചെയ്യുന്ന അപ്പനും അമ്മയും കൂടി തല്ലുപിടിച്ചെന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ മേലെ കുതിര കയറരുത്. ഇന്ന് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ആമേൻ. സ്തോത്രം. അപ്പൻ എന്തെങ്കിലും പറഞ്ഞ്, അതായത് ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ കൊച്ചടുത്തുണ്ടെങ്കിൽ അടി. ചെയ്യരുത് കേട്ടോ. ആമേൻ. ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്.
വടികൊണ്ട് അടിച്ചാൽ അവൻ ചത്തുപോകുകയില്ല. അടുത്തത്, വടികൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും. എന്താ സംഭവം? എത്ര പേര് പാതാളത്തിലേക്ക് കുഞ്ഞുങ്ങളുടെ കാലെടുത്ത് വെപ്പിച്ചിട്ടുണ്ട്? എടാ, നിന്റെ കുഞ്ഞ് നീ പറഞ്ഞിട്ട് അനുസരിക്കാത്തത്, ഈ വചനം നീ കാക്കാത്തത് കൊണ്ടാ. ഈ വചനം നീ അനുസരിച്ചിട്ടുണ്ടോ? ആമേ. ഒരിക്കലും ഒരു കൊച്ചിനെ ഏകദേശം 1.5 വയസ്സൊക്കെ 2 വയസ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അപ്പൻ എടുത്തുകൊണ്ട് നടക്കുക. അപ്പം അപ്പൻ്റെ കൂട്ടുകാരൻ ഒരാൾ കൈ കാണിച്ചു, കൊച്ചു പോയില്ല. അപ്പോൾ കൊച്ചിന് നിർബന്ധത്താൽ, കുഞ്ഞുങ്ങളൊക്കെ നമ്മളിങ്ങനെ എടുക്കുമല്ലോ, എടുത്തപ്പോൾ ഈ കൊച്ച് എടുത്ത കൈയും പുറത്തുനിന്ന് ഒറ്റ അടി മൂത്തിട്ടു, എടുത്തവൻ്റെ മൂത്തിട്ടു. ചെറിയ കൊച്ചൊന്നുമല്ല, അത്യാവശ്യം നോക്കിയപ്പോൾ കൂട്ടുകാരൻ്റെ കണ്ണിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്. അപ്പം അപ്പം പറയുന്നത്, ഇവനിങ്ങനെ ആരെടുത്തെന്നാലും എന്ത് ചെയ്യും? ഫ്രീസലോട് പോട്ടെട്ടാ മോനെ, അങ്കിളെടുത്തത് മോച്ചിന് ഇഷ്ടപ്പെട്ടില്ലല്ലേ, പോട്ടെ. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പനിട്ട്, അത് കഴിഞ്ഞപ്പോൾ അമ്മക്കിട്ട്, എടുക്കുന്ന എല്ലാവർക്കും ഇട്ടടിക്കും. കുഴപ്പമില്ല, ഇവനിങ്ങനെ. പ്രൈസലോ. എടാ, ആ സമയത്ത് തന്നെ കേട്ടോ പ്രിയമക്കളെ, അങ്ങനെ വളർത്തരുത്. ആമേൻ. വടികൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും. സ്തോത്രം. പഠിപ്പിക്കണം. ഈ അടി കൊണ്ടവൻ വീട്ടിൽ പോയിട്ട് പറയും, നല്ല വളർത്തല മക്കളെ വളർത്തുന്നത്. 10 പേരോട് പറയും, ആ കൊച്ചിനോട് അടുത്തേക്കല്ലേ. ഈ കൊച്ചിനെ ഇരിക്കത്തില്ല കുറ്റം പറയുന്നത്, ആരായിരിക്കും? അപ്പനും അമ്മയും ആ കൊച്ചിനെ എന്ത് ചെയ്യുക? ദോഷം ചെയ്ത് വളർത്തുകയാ. നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ഒറ്റയടിക്കൊന്നും മോശമായി പോകുന്നില്ല പ്രിയ മക്കളെ. ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് മോശത്തിലേക്ക് പോകുന്നത്. പറഞ്ഞില്ലേ, കുഞ്ഞു പ്രായത്തിൽ തന്നെ മരുന്നടിച്ചാൽ കീടം കയറത്തില്ല. ആമേൻ. അപ്പോൾ ചിന്തിക്കുകയാ, ദൈവമേ, എൻ്റെ കൊച്ചിന് ഇപ്പോൾ 20 വയസ്സായി, ഞാൻ ഇന്ന് വരെ തല്ലിയിട്ടില്ല, അതുകൊണ്ട് ഇന്ന് ചെന്നിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാം. അവന് ഇരുമ്പോടി എടുക്കും. അടുത്ത ദിവസങ്ങളിൽ കേൾക്കാം, മകൻ അപ്പൻ്റെ കാല് 2 തല്ലി ഓടിച്ച് ഹോസ്പിറ്റലാക്കിയെന്ന്. അപ്പോഴല്ല കേട്ടോ പ്രിയ മക്കളെ, ആമേശ്വരം 18ഉം 20ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. കുഞ്ഞു പ്രായത്തിൽ അവർ വളർന്നു വരുന്ന സമയത്ത് നിന്നെ ഭയപ്പെടുന്ന ഒരു സമയം, അപ്പനെ അപ്പനായി കാണുന്ന സമയം, അമ്മയെ അമ്മയായി കാണുന്ന സമയം. തന്നോളം വളർന്നാൽ പറ്റത്തില്ല. ആമേൻ. തന്നോളം വളരുന്നതിന് മുമ്പേ പിടിച്ചു നിർത്തണം. ആമേൻ. ഹല്ലേലൂയ. ദാവീദിൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതോട് പറഞ്ഞു നിർത്താം, നമ്മുടെ സമയം തീരുന്നു. ആമേൻ. സ്തോത്രം. 2 ശമൂവേൽ പ്രവചനം 13-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. 2 ശമൂവേൽ 13:1. അതിന്റെ ശേഷം സംഭവിച്ചത് ദാവീദിന്റെ മകനായ അബ്ശലോമിന് സൗന്ദര്യമുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾക്ക് താമാർ എന്നു പേർ. ഒന്ന് കേൾക്കണേ. അതിന്റെ ശേഷം സംഭവിച്ചത് ദാവീദിന്റെ മകനായ അബ്ശലോമിന് സൗന്ദര്യമുള്ള ഒരു എന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? അപ്പൊ ഇദ്ദേഹത്തിന്റെ മകളല്ലേ? ദാവീദിന്റെ മകളല്ലേ? അന്നിങ്ങനെ എഴുതിയ പോരെ? ദാവീദിന് അബ്ശാലോമും താമാർ എന്ന് പറയുന്ന 2 മക്കളുണ്ടായിരുന്നു എന്ന് എഴുതിയ പോരെ? ഇവിടെ എഴുതിയിരിക്കുന്നത് അതിനുശേഷം സംഭവിച്ചത് ദാവീദിന്റെ മകനായ അബ്ശാലോമിന് സൗന്ദര്യമുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. കാരണം ദാവീദിന് ഭാര്യമാർ ഒത്തിരി ഉണ്ട്. ദിനവൃത്താന്ത പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യം വേഗത്തിലൊന്ന് വായിക്കുകയാണെങ്കിൽ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. ഹെബ്രോനിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാരാവിത് ഇസ്രായേൽക്കാരത്തിയായ അഹീനോവും പ്രസവിച്ച അമ്നോൻ ആദിജാതൻ കുറിച്ചു വെക്കണം. ഇവനെ നമുക്ക് എടുക്കണം. ആമേശ്വരം കർമ്മേൽ കാരത്തിയായ അബീഗയേൽ പ്രസവിച്ച ദാനിയേൽ, ഇവനെ കെലിയാബ് എന്നൊരു പേര് കൂടിയുണ്ട്. ദാനിയേൽ, ഇവരെ കുറിച്ചൊന്നും ഒരു അറിവും ഈ പുസ്തകത്തിൽ വേറൊരു സ്ഥലത്തും കാണുന്നില്ല. അടുത്തത് ഇവൻ രണ്ടാമൻ. ഗശൂർ രാജാവായ തിൽമയുടെ മകളായ മയഗയുടെ മകൻ
അബ്ശലോം മൂന്നാമൻ. അപ്പോ ഈ മയകയുടെ മകനാണ് അബ്ശാലോമും മയകയുടെ മകളാണ് ആര്? താമാറും. ഇപ്പൊ നമ്മൾ രണ്ടുപേരെ വായിച്ചില്ലേ? ദാവീദിന്റെ മകനായിരിക്കുന്ന അബ്ശാലോമിന് ഒരു സുന്ദരിയായിരിക്കുന്ന സഹോദരി ഉണ്ടായിരുന്നു. ആരുടെ മക്കളായിരുന്നു ഇവര്? മയക. ആരുടെ ഭാര്യയായിരുന്നു? ദാവീദിന്റെ. കേട്ടോ, ആമേ, ദാവീദിന്റെ ഭാര്യയാണ്. ആമേ സ്തോത്രം. എന്നാൽ ഇവരുടെ രണ്ടുപേരുടെയും അമ്മയാണ്. ആമേ സ്തോത്രം. അബ്ശാലോമിന്റെയും ആമേ താമാറിന്റെയും അമ്മയാണ്. ഹക്കീത്തിന്റെ മകൻ അദോനിയാവ് നാലാമത്തവൻ. അടുത്തത് അബിതാൽ പ്രസവിച്ച സെഫത്യാവ് അഞ്ചാമത്തവൻ. അവന്റെ ഭാര്യ എഗ പ്രസവിച്ച ഇഥേയാം ആറാമൻ. അടുത്തത് ഈ 6 പേരും അവന് ഹെബ്രോനിൽ വെച്ച് ജനിച്ചു. അവിടെ അവൻ 7 സംവത്സരവും 6 മാസവും വാണു. യെരുശലേമിൽ അവൻ 33 സംവത്സരം വാണു. യെരുശലേമിൽ വെച്ച് അവന് ജനിച്ചവരായത് അമിയേലിന്റെ മകളായ ബേത്ശുവ പ്രസവിച്ച ശിമേയ, ശോബാബ്, നാദാൻ, ശലമോൻ എന്നീ 4 പേരും. ബേത്ശുവ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ബേത്ശേബ. ആമേ സ്വന്തം മറ്റൊരു ഭാഗത്ത് നമ്മൾ അങ്ങനെ വായിക്കുന്നത് ബേത്ശുബ. ആമേ പ്രസവിച്ച ശലമോൻ എന്നീ 4 പേരും. ഇബ്ഹാർ, എലീശാമ, എലീശഫേത്ത്, നോഗഫ്, നെഫേക്ക്, യാഫിയ, എലീശാമ, എലിയാദ, എലിഫലേത്ത് എന്നീ 9 പേരും. വെപ്പാട്ടികളെ പുത്രന്മാരൊഴികെ ദാവീദിൻ പുത്രന്മാരൊക്കെയും ഇവരത്രേ. താമാർ അവരുടെ സഹോദരിയായിരുന്നു. സ്തോത്രം. കേട്ടോ, അപ്പൊ ഈ ഒരു പെൺകുട്ടിയുടെ പേര് ഇവിടെ പരാമർശിക്കുന്നുണ്ട്. ഇവന്റെ മക്കളാ. അപ്പോ ആദ്യജാതനായിരിക്കുന്ന അമ്നോന് ഈ സഹോദരിയായിരിക്കുന്ന താമാറിനോട് ഒരു താല്പര്യം. അപ്പനൊന്ന, അമ്മ പലതായതുകൊണ്ട് ആദ്യജാതനായിരിക്കുന്ന അമ്നോൻ, ഇവള് സുന്ദരിയായിരുന്നു, ഇവളോടൊരു താല്പര്യം ജനിച്ചു. ആ താല്പര്യം അതികഠിനമായി വർദ്ധിച്ചു. ആമേസ്തോത്രം. ഇവരെല്ലാം രാജകൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. ഇവരെല്ലാം രാജാക്കന്മാരെ, ഇവൾ രാജകുമാരിയ താമാറ്. ആ പെൺകുട്ടിയോട് അമ്നോൻ മോശമായി പ്രവർത്തിച്ചു എന്നാൽ അവളുടെ ജീവിതം പോയി. അവളെ പീഡിപ്പിച്ചു. ആമേസ്തോത്രം. അവളുടെ വസ്ത്രം കീറി, അവളെ തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് അവൾ കരഞ്ഞും കൊണ്ട് പോകുന്ന പോക്കിന് അവളുടെ യഥാർത്ഥ സഹോദരനായിരിക്കുന്ന അബ്ശാലോം അവളുടെ അടുക്കൽ കടന്നു വന്നു. അവളോട് പറഞ്ഞു, ഭാരപ്പെടണ്ട. ഒരമ്മയുടെ മക്കളായി ഇവര്. 19-ാം വാക്യം ഒന്ന് വായിച്ചു. 19-ാം വാക്യം. ിട്ട് താൻ ധരിച്ചിരുന്ന നിലയങ്കി കീറി തലയിൽ കയ്യും വെച്ച് നിലവിളിച്ചും കൊണ്ട് നടന്നു. അവളുടെ സഹോദരനായ അബ്ശലോം അവളോട്, നിന്റെ സഹോദരനായ അബ്നോൻ നിന്റെ അടുക്കൽ ആയിരുന്നുവോ? ആകട്ടെ സഹോദരി, മിണ്ടാതിരിക്ക, അവൻ നിന്റെ സഹോദരനല്ലോ, ഈ കാര്യം മനസ്സിൽ വയ്ക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ താമാർ തന്റെ സഹോദരനായ അബ്ശലോമിന്റെ വീട്ടിൽ ഏകാഗിയായി പാർത്തു. പക്ഷേ ഇവരുടെ അപ്പൻ ഈ വാർത്ത അറിഞ്ഞു. ആര്? ദാവീദ് രാജാവാ. എന്താ ചെയ്യേണ്ടത്? ദാവീദ് വളരെ കോപിച്ചു, പക്ഷെ ഒന്നും ചെയ്തില്ല. അതാ നമുക്ക് പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത്. ദാവീദ് വളരെ കോപിച്ചു, പക്ഷേ അവൻ ഒന്നും ചെയ്തില്ല. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിന് 21-ാം വാക്യം. ദാവീദ് രാജാവ് ഈ കാര്യമൊക്കെയും കേട്ടപ്പോൾ അവന്റെ കോപം ഏറ്റവും ജ്വലിച്ചു. എന്നാൽ അബ്ശലോം അമ്നോനോട് ഗുണമോ ദോഷമോ ഒന്നും സംസാരിച്ചില്ല. അപ്പൻ എന്ത് ചെയ്യണമായിരുന്നു? നിങ്ങളുടെ ആമേശ്വത ബുദ്ധിയിൽ എന്ത് ചെയ്യണമായിരുന്നു? വരുത്തണമായിരുന്നു. രാജാവാ, അദ്ദേഹത്തിന് മക്കളെ വരുത്തണമായിരുന്നു, അമ്നോനെ വരുത്തണമായിരുന്നു. അബ്ശാലോമിന്റെ മുമ്പിൽ വെച്ച്, മറ്റു രാജകുമാരന്മാരുടെ മുമ്പിൽ വെച്ച് അവനെ തർജ്ജനം ചെയ്യണമായിരുന്നു. പറ്റുമെങ്കിൽ അവനെ ചില ദിവസങ്ങൾ കാരാഗ്രഹത്തിൽ തുറങ്കലിൽ അടക്കണമായിരുന്നു. അപ്പൻ എന്ത് ചെയ്തില്ല. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അബ്ശാലോം, അതിൻ്റെ 28-ാം വാക്യം ഒന്ന് വായിച്ചേ.
28-ാമത്തെ വാക്യം. എന്നാൽ അബ്ശലോം തന്റെ ബാല്യക്കാരോട്, നോക്കിക്കൊള്ളുവിൻ, അമ്നോൻ വീഞ്ഞു കുടിച്ച് ആനന്ദിച്ചിരിക്കും നേരം ഞാൻ നിങ്ങളോട് അമ്നോനെ അടിച്ചുകൊള്ളുവിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവനെ കൊല്ലുവിൻ. ഭയപ്പെടരുത്, ഞാനല്ലയോ നിങ്ങളോട് കൽപ്പിച്ചത്. നിങ്ങൾ ധൈര്യപ്പെട്ട് ശൂരന്മാരായിരിപ്പിൻ എന്ന് കൽപ്പിച്ചു. അടുത്തത്, അബ്ശലോം കൽപ്പിച്ചതുപോലെ അബ്ശലോമിന്റെ ബാല്യക്കാർ അമ്നോനോട് ചെയ്തു. അപ്പോൾ രാജകുമാരന്മാരൊക്കെ വീട്ടിൽ പോയി വായിക്കണം. നിങ്ങൾ ഈ 13-ാം അധ്യായം വായിക്കണം. അതിൻ്റെ ഫുൾ പിക്ചർ അതിനകത്തുണ്ട്. ഒരപ്പൻ്റെ മക്കളാ. ഒരു മകൾ പീഡിപ്പിക്കപ്പെട്ടു. ജീവിതകാലം മുഴുവനും തൻ്റെ സഹോദരനായിരിക്കുന്ന അബ്ശാലോമിൻ്റെ ഭവനത്തിൽ ഒരു കോണിൽ ഒതുങ്ങി. അവളുടെ ഭാവി അതുപോലെ തന്നെ തീർന്നു. അവൾക്ക് മാനഭംഗം വരുത്തിയ അമേസ്തോത്രം അമ്നോനെ അബ്ശാലോമിൻ്റെ ദാസന്മാർ അടിച്ചു കൊന്നു. ആമേൻ. കൊലപാതകവും പീഡനവും ദാവീദിന്റെ ഗൃഹത്തിൽ ഉളവാകുകയാണ്. അപ്പനൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടെയും ദാവീദ് ഒന്നും ചെയ്തില്ല. സംഭവിച്ചത് എന്താണെന്നറിയാമോ? അബ്ശാലോം എന്ന് പറയുന്നവൻ അപ്പനെ കൊല്ലാൻ ഒരു അനിയനെ കൊന്നപ്പോൾ പ്രതികരണമൊന്നും കിട്ടാതിരുന്നപ്പോൾ അപ്പനെ കൊല്ലാനുള്ള പ്ലാനുകൾ വട്ടം കൂട്ടി. എന്നാൽ അവൻ സഹോദരനെ അടിച്ചു കൊന്നതുപോലെ അബ്ശാലോമിനെയും ദാവീദിൻ്റെ പടയാളികൾ അടിച്ചു കൊല്ലാനിടയായിത്തീർന്നു. നഷ്ടപ്പെട്ടു പോകുന്നത് ഒരപ്പൻ്റെ മക്കളാണ്. മടങ്ങി വരണം. ഇതിൻ്റെ ബാക്കി അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം കേട്ടോ പ്രിയ മക്കളെ. അന്ത്യകാലത്ത് ദുർഘട സമയം വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും. 5 വാക്യം വരെ നമുക്ക് വായിച്ചു നമുക്ക് പ്രാർത്ഥിച്ചു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളുകളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി. ഈ വാക്യം, ഈ 5-ാമത്തെ വാക്യമില്ലേ, അടുത്ത ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ശുശ്രൂഷിക്കും. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ഇന്നത്തെ ന്യൂ ജനറേഷൻ തലമുറകളിൽ ഉളവായി വരുന്ന അതിയായിട്ടുള്ളൊരു ഭക്തിയുണ്ട്. ആമേശ്വരം ഭോഗപ്രിയരാ. അവരുടെ കാര്യങ്ങൾക്കൊരു കുറവും വരാൻ പാടില്ല. നല്ല ബൈക്ക് വേണം, നല്ല കാറ് വേണം, നല്ല ഷൂവ് വേണം, ബ്രാൻഡഡ് ഷർട്ട് വേണം, ബ്രാൻഡഡ് പാൻറ് വേണം, നല്ല മൊബൈൽ ഫോൺ വേണം, ക്യാമറ, ഏറ്റവും പിക്സലായിട്ടുള്ള എല്ലാ സംഭവങ്ങളും വേണം. അങ്ങനെയെങ്കിൽ ഭക്തി. അല്ല എങ്കിൽ ഭക്തിയില്ല. ഇതിലേതെങ്കിലും മാതാപിതാക്കളൊന്ന് നിഷേധിച്ചാൽ അവരോട് കയർക്കും, എതിർക്കും, വകവരുത്തും. അങ്ങനെയുള്ള ഭക്തി ശക്തിയോടെ, ഫലത്തോടെ. ആരാധനക്കൊക്കെ വരുന്ന ഡ്രസ്സ് കണ്ടുകഴിയുന്ന അടുത്ത ദിവസം ഞാൻ ഇതെടുക്കും. പരിശുദ്ധാത്മാവ് നടത്തുന്നവനെ കണ്ടാലറിയാം. അവനാരും പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് ഇരുത്തിയിട്ട് 10 ദിവസത്തെ കൗൺസിലിംഗ് കൊടുക്കണ്ട. ആത്മാവ് നടത്തും. പ്രൈസല്ലോ. അതുകൊണ്ട് പ്രിയ മക്കളെ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളവരെ വിട്ട് ഒഴിയുക. കണ്ണുകളടക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമാകുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല ദൈവമേ, ദൈവത്തിൻ്റെ തിരുപാദപീഠം ഞങ്ങളൊരു മനസ്സോടെ പ്രാർത്ഥനകളുമായി കടന്നു വരികയാണ്. കേൾപ്പിച്ച തിരുവെഴുത്തുകൾക്ക് മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. കേട്ട വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിന് പ്രകാരം ജീവിപ്പാൻ ദൈവം സഹായിക്കണം. അങ്ങയുടെ ജനത്തെ ദൈവം അനുഗ്രഹിക്കണം കർത്താവേ. അവരുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളുടെ മധ്യ ദൈവം പ്രവർത്തിക്കണം. ഇന്ന് കേട്ട വചനത്തിൽ ഏതെങ്കിലും മേഖലകളിൽ അവർ തെറ്റിക്കിടക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ പിതാവേ, ആമേൻ സ്തോത്രം, അവരെ ദൈവം മടക്കി വരുത്തണം. കർത്താവേ. ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കുവാൻ വീട്ടിൽ അമിത സ്വാതന്ത്ര്യം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ
അത് ആത്മീകമായ ഒരു സ്വാതന്ത്ര്യമാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവ് ആ മാതാപിതാക്കളെ കരത്തിൽ വഹിക്കണമേ. പരിശുദ്ധ ദൈവത്തിൻ്റെ നീതിയുള്ള കരം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്മേൽ അനുകൂലമായി വെളിപ്പെടണം കർത്താവേ. ആമെ തലകളെ വണക്കിയിരിക്കുന്ന ഞങ്ങളുടെ മക്കൾ യാതൊരു കാരണവശാലും ആമെ കണ്ണുനീരൊഴുക്കുവാനോ ഭാരപ്പെടുവാനോ പ്രയാസപ്പെടുവാനോ ദൈവം അനുവദിക്കരുത്. ഈ ദിവസങ്ങളിൽ ഭേദാഭേദങ്ങളെ തിരിച്ചറിഞ്ഞ് ആമെ നല്ല നിലവാരത്തിൽ വളർത്തിയെടുത്ത് ആമെ തിരുനാമത്തിന് മഹത്വത്തിനായി പ്രയോജനപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. മഹത്വം ദൈവം എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ.